ധർമ്മധർമ്മം നടത്തും അല്ലേ? ധർമ്മ രാജാന്നൊക്കെ പറഞ്ഞാൽ കർമ്മഫലം വരുന്നത് നമ്മൾ ധർമ്മം ചെയ്യുന്ന അനുസരിച്ചിട്ടാണ്. ധർമ്മപൂർവ്വം പ്രവർത്തിക്കുന്ന ആളിന്റെ മരണവും അല്ലാത്ത ആളുടെ വ്യത്യാസങ്ങളും. അത് പൂർവ്വജന്മം ആയിരിക്കും, ചെറുക്കി ജന്മം പ്രശ്നങ്ങൾ ഒന്നും ചെയ്യാതെ വരുന്നത്. പക്ഷേ നമ്മുടെ കർമ്മധർമ്മ നിയമങ്ങൾ അവിടെ ഉണ്ട്, അതിൽ മാറ്റമില്ല. നമ്മളത് അറിയാൻ പറ്റുന്നില്ല. നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ വളരെ ശ്രദ്ധിക്കണം. കാരണം വാക്കുകളിലൂടെ പ്രാണൻ സഞ്ചരിക്കുന്നു, ഗതിവിഗതികൾ ഉണ്ടാകുന്നു. ഒരാളെ നന്നാക്കാനും ചീത്തയാക്കാനും നാക്കുകൊണ്ട് മതി അല്ലേ? നാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം, കർമ്മേന്ദ്രിയങ്ങൾ. പോസിറ്റീവായിട്ടുള്ള പ്രാണനെ ഇളക്കിവിടാൻ വാക്കുകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിൽ കർമ്മഫലമായി അനുഭവിക്കുന്നതൊക്കെ വാക്കുകളാണ്. വാക്കുകൾ മന്ത്രങ്ങളാണ്. ഒരു വാക്ക് പോലും ബോധമില്ലാതെ ഉച്ചരിച്ചു പോകരുത്. ഒരു വാക്ക് പോലും. വാക്ക് വേദമാണ്, വിദ്യയാണ്, പ്രാണനാണ്, ദേവതയാണ്. വാക്ക് എല്ലാം എല്ലാം എല്ലാമാണ്. ആ വാക്ക് നമുക്ക് സമ്മാനിച്ചവരും ദേവതകൾ തന്നെ. ദൈവം ദൈവമാണ്. എന്താണ് അറിവിന്റെ അടിസ്ഥാനം? ഊർജം, പ്രാണൻ. നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾ നമുക്ക് എതിരാണോ അനുകൂലമാണോ എന്നറിയാം. നമ്മുടെ മുന്നിലിരിക്കുന്ന ഫുഡ് നമുക്ക് വിഷമാണോ അല്ലയോ എന്നറിയാം. നമുക്ക് മുന്നിൽ വന്നിരിക്കുന്ന ജോലി, അവസരം അല്ലെങ്കിൽ കാര്യങ്ങള് നല്ലതാണോ ചീത്തയാണോ എന്നറിയാം. ഇതെല്ലാം അറിവിന്റെ അടിസ്ഥാനം. അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെടുകയും ദുരിതക്കയത്തിൽപ്പെട്ട് കൈകാലത്തടിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ പ്രതീക്ഷയ്ക്കൊരു തിരിവട്ടം, ഒരു പ്രകാശം, അതാണ് നമ്മളുടെ ഉദ്ദേശത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാം. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ആ ഉദ്ദേശത്തിലാണ്. ഓരോ നിമിഷവും മരിച്ചു പോകുമെന്നുള്ള തിരിച്ചറിവോടുകൂടി, ബോധത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് നമുക്ക് അതിനപ്പുറമുള്ള ഒരു ലോകത്തേക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. അതൊരു പ്രാക്ടീസാണ്. അതാണ് മരണം മരുവിഹ എന്ന് നിശ്ചയം മരുവ സർവം നാരായണ ജയ നമ്മൾ കേട്ടിട്ടില്ലേ? കഠോപനിഷത്തിലെ യമന്റെ അടുക്കൽ നിന്നാണ് നചീരസ് ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്നത്. ടോക്ക് വിത്ത് ഡെത്ത്, മരണവുമായിട്ടുള്ള സംവാദം, അതാണ് കഠോപനിഷത്ത് അല്ലേ? അപ്പോ അച്ഛൻ മോശപ്പെട്ട പശുക്കൾ ദാനം കൊടുക്കുന്നത് കണ്ട് നചികേതസ് ചോദിക്കുകയാണ്, അച്ഛാ ഇത് മോശമല്ലേ? നല്ല പശുക്കളല്ലേ ദാനം കൊടുക്കുന്നത്? നല്ല പശുക്കളല്ലേ കൊടുക്കേണ്ടത്. അമ്പലത്തിൽ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ്. 500 രൂപ നോട്ടൊക്കെ ചില ആളുകൾ ദക്ഷിണ ഇടും. നോക്കുമ്പോൾ വേറെ ഒരിടത്തും എടുക്കാൻ പറ്റാത്ത നോട്ടുകളായിരിക്കും. അത് അമ്പലത്തിൽ ഇരിക്കട്ടെ, അപ്പൊ കുഴപ്പമില്ല. അതൊരു ലാഭ കച്ചവടം, നഷ്ട കച്ചവടമാണ്. എന്തായാലും ചിലപ്പോൾ അവർ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ പുണ്യം കിട്ടും, ഇല്ലെങ്കിൽ ആ ഒരു രീതിയാണ്. അത് നമ്മളെ ഏറ്റവും മോശപ്പെട്ട സാധനം ദാനം കൊടുക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. മകന്റെ ധർമ്മബോധം, യമധർമ്മം എന്നാ പറഞ്ഞത് അല്ലേ? ധർമ്മ രാജാവ് എന്നൊക്കെ പറഞ്ഞാൽ കർമ്മഫലം വരുന്നത് നമ്മുടെ ധർമ്മം ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. ധർമ്മപൂർവ്വം പ്രവർത്തിക്കുന്ന ആളിന്റെ മരണവും അല്ലാത്ത ആളിന്റെ മരണം വ്യത്യാസങ്ങളുണ്ട്. അത് പൂർവ്വജന്മം ആയിരിക്കാം, ചിലർക്ക് ഈ ജന്മം പ്രശ്നങ്ങൾ ഒന്നും ചെയ്യാതെ വരുന്നത്. പക്ഷേ അവിടെ കർമ്മധർമ്മ നിയമങ്ങൾ അവിടെ ഉണ്ട്, അതിൽ മാറ്റമില്ല. നമ്മളത് അറിയാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഈ പശുക്കളെ എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ, പഴയ പശുക്കളെ, മരിക്കാറായ പശുക്കളെ എന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മിണ്ടായിലേക്ക് അച്ഛൻ ഇക്കണക്കിന് എന്നെ ആർക്ക് കൊടുക്കും? നിന്നെ ഞാൻ യമന് കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അയ്യോ ഞാൻ എന്തോ ഈ പറഞ്ഞത്. ഇനിയിപ്പോ വാക്ക് സത്യമാക്കണം, അച്ഛന്റെ വാക്ക് സത്യമാവണം ഇവൻ
അത് ഞാനൊരു തമാശ പറഞ്ഞെന്ന് പറഞ്ഞാൽ നീ അത് സീരിയസ് ആക്കേണ്ട കാര്യമുണ്ട്. അതല്ല, വാക്കിനാണ് ധർമ്മം. വാക്കനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രവൃത്തി. ധർമ്മം, പ്രാണൻ സഞ്ചരിക്കുന്നത് വാക്കുകൾ അനുസരിച്ചിട്ടാണ്. വാക്കുകൾ മന്ത്രങ്ങളാണ്. അതൊരു അർത്ഥവുമില്ലാതെ ചുമ്മാ ഉപയോഗിച്ച് നശിപ്പിക്കുന്നവരുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ വളരെ ശ്രദ്ധിക്കണം. കാരണം വാക്കുകളിലൂടെ പ്രാണൻ സഞ്ചരിക്കുന്നു, ഗതിവിഗതികൾ ഉണ്ടാകുന്നു. ഒരാളെ നന്നാക്കാനും ചീത്തയാക്കാനും നാക്കുകൊണ്ട് മതി, അല്ലേ? നാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കർമ്മേന്ദ്രിയങ്ങളിൽ, അല്ലെ? വലിയ വലിയ കോടികൾ ഏൺ ചെയ്യുന്നവരൊക്കെ എങ്ങനെയാണ്, അല്ലെ? നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഗുണം എന്താ? വലിയ വലിയ പ്രാസംഗികർ, അല്ലേ? ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗം ഏതാണ്? ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗം ഏതാണ്? ഹലോ, ഹലോ എന്ന് പറയുമ്പോൾ ഹായ് എന്ന് പറയുന്നത് ഏതാണ്? അല്ല, അത് നമുക്ക് ശരിയാണ്. ലോകപ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗം ജൂലിയസ് സീസറെ വെട്ടിക്കൊണ്ടിരുന്നപ്പോ മാർക്കാന്റണി ചെയ്ത പ്രസംഗമാണ്. ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ ഏറ്റവും ഫേമസ് ആണ്. ജൂലിയസ് സീസറെ വെട്ടിക്കൊന്നിട്ടേക്കുവാണ്. റോമിലെ ആളുകളൊക്കെ മുന്നിൽ വന്ന് ജനങ്ങൾ തടിച്ചു കൂടിയിരിക്കുന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജാവാണ് ജൂലിയസ് സീസർ. ബ്രൂട്ടസ് എന്നൊക്കെ പറയുന്ന ആൾക്കാര് ഗൂഢാലോചന നടത്തിയിട്ട് അസാസിനേഷൻ ചെയ്തിട്ടാണ് കൊല്ലുന്നത്. ഈ ആളുകൾ എങ്ങോട്ട് തിരിയെന്ന് പറയാൻ പറ്റത്തില്ല. എന്ത് സംഭവിക്കാം. ബ്രൂട്ടസിന്റെ കൂട്ടാളികളും തീരുമാനിച്ചു, ആദ്യം അവർ സംസാരിക്കും, നമുക്കങ്ങ് കയറി ഈ ജനങ്ങളെ സംസാരിച്ച് കയ്യിലെടുക്കാം, എന്നിട്ട് മാർക്കാന്റണി കൊടുക്കാം. അപ്പോഴത്തേക്ക് ആളുകൾ നമ്മുടെ വശത്തായി കഴിയും. പിന്നെ അവൻ എന്തോ പറഞ്ഞാലും കേൾക്കത്തില്ല. അത് ശരി. അത് പറ്റുമോ? ബ്രൂട്ടസ് പറഞ്ഞ 100% ഞാനേറ്റു. ആളുകളെ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന കാര്യം ഞാനേറ്റു. പുള്ളി കോൺഫിഡന്റ് ആണ്. എന്നാ കേറിക്കോ. ആദ്യം കയറി ബ്രൂട്ടസ് കയറി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, ജൂലിയസ് സീസറെ കൊല്ലേണ്ടി വന്നു ഞങ്ങൾക്ക്. എന്താണെന്ന് ചോദിക്കണം നിങ്ങൾ. എന്താണ് കൊല്ലേണ്ടി വന്നത്? സീസറ് ഭയങ്കര സ്വേച്ഛാധിപതിയായി വരുമായിരുന്നു. ഇടയ്ക്ക് ഒരാളെ ആവശ്യമില്ലാതെ കൊന്നില്ലേ? അയാളുടെ ഭാഗത്ത് തെറ്റല്ല, എന്തോ ചെറിയ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞ് ഇയാള് റോമിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള അവസ്ഥയിലോട്ട് ഗൂഢാലോചന നടത്തി പോയപ്പോ സുഹൃത്തുക്കളെ, നമുക്ക് വേണ്ടി, റോമിന് വേണ്ടി സീസറെ കൊല്ലേണ്ടി വന്നു. ഞങ്ങൾ ചെയ്തത് ശരിയോ തെറ്റോ? നിങ്ങൾക്ക് എന്ത് വേണേലും ഞങ്ങൾ ചെയ്യാം. നിങ്ങളാണ് ഏറ്റവും പ്രധാനം. റോമിലെ ജനതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അപ്പോൾ ആൾക്കാരെല്ലാം കൂടെ കൈയടി. ആളുകളൊക്കെ കൂടെ ഭയങ്കര സംഭവമായി ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. ആളുകളല്ലേ, പൊതുജനം. അത് കഴിഞ്ഞ് മാർക്കാന്റണി കയറി തുടങ്ങുകയാണ്. അതാണ് ലോകപ്രസിദ്ധ പ്രസംഗം എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ബ്രൂട്ടസ് ഈസ് റൈറ്റ്. ബ്രൂട്ടസ് പറഞ്ഞത് ശരിയാണ്. ബ്രൂട്ടസ് ശരിയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സീസർ മരിച്ചു കിടക്കുന്നു. സീസറിന്റെ ശരീരത്തുള്ള ആയിരക്കണക്കിന് മുറിവുകളിൽ എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് നാക്കുകൾ തുന്നിപ്പിടിപ്പിച്ച് ആ നാക്കുകൾ കൊണ്ട് നിങ്ങളോട് ഞാൻ സംസാരിച്ചേനെ. സീസറ് സ്വേച്ഛാധിപതി ആയിട്ടുണ്ടെങ്കിൽ അത് റോമിന് വേണ്ടിയിട്ടാണ്, റോമിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന സീസർ വെട്ടിക്കൊന്നിട്ടിരിക്കുകയാണ്. ബ്രൂട്ടസ് ഈസ് റൈറ്റ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അപ്പൊ അവർക്കും ഒന്നും കയറി പ്രതികരിക്കാൻ പറ്റത്തില്ല. അയാൾ ശരിയാണ്. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി തുടങ്ങുന്നതിന് മുമ്പ് ഗംഭീരമായ പ്രസംഗമാണ്. ഈ ആളുകളെല്ലാം കൂടെ ഇവരെല്ലാം ഓടിച്ചിട്ട് കൊന്നു. ജനരോഷം, അവരുടെ കൊട്ടാരമൊക്കെ തകർത്തു, ഇവരുടെ വീടുകൾ തകർത്തു, തീയിട്ടു, എല്ലാരെയും കൊന്നു.
സിന്ന എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു. ഈ ഗൂഢാലോചന നടത്തിയവന്റെ കൂട്ടത്തിൽ ഒരാളുടെ പേര് സിന്ന എന്നാന്ന് പറഞ്ഞ ആ കവിയെ കുത്തിപ്പിടിച്ച് കൊന്നു. അവന്റെ പേന റീഫില്ലറും തല്ലി പൊട്ടിച്ച് കുത്തി പിടിച്ച് അവനെ കൊന്നു. അങ്ങനെ ലോകത്ത് നമുക്കറിയാം റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ലോകത്ത് മാസീവായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വാക്കുകൾക്ക് കൊള്ളും, വാക്കുകൾക്ക് പറ്റും. ഹിറ്റ്ലറുടെ മെയിൻ കാഫ് എന്ന് പറയുന്ന ആത്മകഥയിൽ എഴുതിയിരിക്കുന്നു, അതിന്റെ പുറത്ത് ഈ പുസ്തകത്തിന്റെ ഇത്ര വാക്കുകൾക്ക് ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു, ഇത്ര വാക്കുകൾക്ക് അനുസരിച്ച് ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പുറത്ത് എഴുതിയിരിക്കുന്നതാണ്. മാസീവായിട്ടുള്ള പ്രാണനെ ഇളക്കി വിടാൻ വാക്കുകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിൽ കർമ്മഫലമായി അനുഭവിക്കുന്നതൊക്കെ വാക്കുകളാണ്. വാക്കുകൾ മന്ത്രങ്ങളാണ്. ഒരു വാക്ക് പോലും ബോധമില്ലാതെ ഉച്ചരിച്ചു പോകരുത്. ഒരു വാക്ക് പോലും. വാക്ക് വേദമാണ്, വിദ്യയാണ്, പ്രാണനാണ്, ദേവതയാണ്. വാക്ക് എല്ലാം എല്ലാം എല്ലാമാണ്. ആ വാക്ക് നമുക്ക് സമ്മാനിച്ചവരും ദേവതകൾ തന്നെയാണ്, ദൈവമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മ എൻ്റെ ഗുരുവാണ്. എന്നെ ഓടിച്ചിട്ട് അക്ഷരം പഠിപ്പിച്ചതും ഒക്കെ അമ്മയാണ്. അങ്ങനെ ഞാൻ എഴുതത്തില്ല. അമ്മയ്ക്ക് അന്ന് ട്യൂഷന് വിടാനുള്ള പൈസയൊന്നും ഇല്ല. അപ്പൊ അവരത്രയും കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയത്. സാമ്പത്തികപരമായി ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. ഇപ്പൊ ട്യൂഷന് വിടാൻ പറ്റത്തില്ല. അപ്പൊ അമ്മ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ ഓടും. അമ്മ കൊച്ചിലെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഓടി, എനിക്കിഷ്ടമല്ല. അപ്പൊ ഓടിച്ചിട്ട് ഇതൊക്കെ പറമ്പാന്ന്, ഓടി ഓടി വന്ന് ഒരിടത്ത് വന്നിരുന്ന് അവിടെ ഇരുത്തി പിടിച്ചിരുന്നു. ഹരിശ്രീ ഗണപതിയാണ്. ശ്രീ എന്ന് എഴുതാനാണ് ബുദ്ധിമുട്ട്, ശ്രീ എഴുതാനാണ് ഈ ഓട്ടം, അല്ലേ? അപ്പൊ അവിടെ ഇട്ടിട്ട് അവിടെ ഞാൻ പറയും, ഇവിടെയൊക്കെ കരിയിലയാണല്ലോ, കരിയില അങ്ങ് മാറ്റും അമ്മ. ഓ, അതും പോയി. എന്നിട്ട് അവിടെ ശ്രീ എന്ന് എഴുതിപ്പിച്ചു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വളരെ മനോഹരമായി തിരിച്ച് ശ്രീ എന്ന് എഴുതി വെക്കും. പിന്നെ ആദ്യം വിളിച്ചത് കറക്റ്റ് തലതിരിഞ്ഞ അവസ്ഥ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെ ശ്രീ എന്ന് എഴുതിയിട്ടാണ് ശ്രീവിദ്യ കുടികൊള്ളുന്നത്. അവിടെ ഈ ഭാഗത്താണ് ഈ ദേവിയുടെ ഇത് വെച്ചിരിക്കുന്നതിൻ്റെ അടി കൃത്യം. അത് എങ്ങനെ വന്നെന്നറിയാം. അതാണ് അത്ഭുതങ്ങൾ. പ്രപഞ്ചം എന്തൊക്കെ സസ്പെൻസ് ആണ് നമുക്ക് കാത്തു വെച്ചിരിക്കുന്നത്. ഇത് വാക്കുകൾ വിദ്യയാണ്. അപ്പൊ അക്ഷരം എന്ന് പറഞ്ഞെന്താ? നശിക്കുന്നത്. അക്ഷരം നശിക്കാത്തത്. ദേവത എന്ന് പറഞ്ഞാൽ പ്രാണന്റെ സ്പന്ദനമാണ്. ഈ പ്രാണന്റെ സ്പന്ദനത്തെ നിയന്ത്രിക്കുന്നത് അക്ഷരങ്ങളിലൂടെയാണ്. ശരിക്കും ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ അക്ഷരവിദ്യ. അതുകൊണ്ടാണ് ബാലാദേവിയുടെ കയ്യില് 51 അക്ഷരങ്ങള് അക്ഷരമാലയാണ് ദേവിയുടെ കയ്യിലിരിക്കുന്നത്. വിദ്യ അക്ഷമാല അഭയദാനഹസ്തം, അല്ലേ? ഗ്രന്ഥമാണ് കയ്യിലിരിക്കുന്നത്, അറിവ്. ശരിക്കും അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് അറിവിന്റെ അടിസ്ഥാനം? ഊർജമാണ്, പ്രശ്നമാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന ആള് നമുക്ക് എതിരാണോ അനുകൂലമാണോ എന്നറിയുക. നമ്മുടെ മുന്നിലിരിക്കുന്ന ഫുഡ് നമുക്ക് വിഷമാണോ അല്ലയോ എന്നറിയുക. നമുക്ക് മുന്നിൽ വന്നിരിക്കുന്ന ജോലി, അവസരം അല്ലെങ്കിൽ കാര്യങ്ങള് നല്ലതാണോ ചീത്തയാണോ എന്നറിയുക. ഇതല്ലേ അറിവിന്റെ അടിസ്ഥാനം? അതോ കുറെ സംസ്കൃതം പഠിക്കുന്നതാണോ, ഇംഗ്ലീഷ് പഠിക്കുന്നതാണോ? ആണോ? എല്ലാ ജീവജാലങ്ങൾക്കും അവർക്ക് വിഷമില്ലാത്ത, അവർക്ക് വേണ്ട ഫുഡ് അവർക്കറിയാം, ഒരു ജീവിക്ക് ഒഴിച്ച്, അല്ലേ? അവർക്ക് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തെങ്കിൽ അവരുടെ ഫുഡ് നല്ലതാണോ ചീത്തയാണോ. അത് കുറെ ആൾ വരും പറയും, അയ്യോ അത് കഴിക്കരുതെന്ന്. അത് ആ കെമിക്കൽ നമുക്ക് ദോഷമാണ്. ഇന്നലെ വരെ അത് നല്ലതാണ്. 8,000 മരുന്നുകളാണ് നിരോധിച്ചത്. എന്നാളി പത്രത്തിൽ വാർത്ത കണ്ടു. അത് ഉപയോഗിക്കാൻ പാടില്ല. കഴിക്കുന്നതാണോ? തെറ്റാന്നല്ല, പുച്ഛിക്കല്ല കേട്ടോ. അതൊക്കെ നമുക്ക് വേറെ. ഇപ്പൊ എനിക്കും അസുഖം പറയാതെ അലോപ്പതി ആശുപത്രി പോകും, ഞാൻ നിന്ദിക്കാറില്ല. പക്ഷേ പൂർണ്ണമായിട്ടും എല്ലാം അതല്ല നിയമം. ഞാൻ പറഞ്ഞു വന്നത്, പ്രാണന്റെ ചലന നിയമങ്ങളാണ് ഒരാളെ വിജയിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത്. വാക്കുകൾ ഉപയോഗിക്കാൻ അറിയാവുന്നവനാണ് വിജയിക്കുന്നത്. കാര്യം എന്താ? കമ്മ്യൂണിക്കേഷൻ വാക്കുകളിലൂടെയല്ല, പ്രാണനിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നത്. ബോഡി ലാംഗ്വേജിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ
എഫക്റ്റീവ് സെയിൽസ്മാൻ എന്ന് പറയുന്ന സെയിൽസിന്റെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന 80% ഒബ്സർവേഷൻ ഉള്ളവരുണ്ട്, 20% സംസാരമേ ഉള്ളൂ. എന്നാൽ ചിലർക്കാണെങ്കിൽ 80% സംസാരമുണ്ട്, 20% ഒബ്സർവേഷൻ ഉണ്ട്. ഇവരിൽ ആരാണ് ബെറ്റർ സെയിൽസ്മാൻ ചോദിക്കും. അപ്പൊ എന്ത് പറയും ആളുകൾ? 80% സംസാരിക്കുന്നവരാണെന്ന്. അങ്ങനെയല്ല. 80% ഒബ്സർവേഷൻ, ആളുകളുടെ നീഡ് ഐഡന്റിഫിക്കേഷനിലാണ് സെയിൽസ് വിജയിക്കുന്നത്. മറ്റൊരാൾക്ക് എന്ത് വേണമെന്ന് തിരിച്ചറിയുന്നിടത്താണ്. ഒബ്സർവ് ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഒരു തുണിക്കടയിൽ ചെന്നു ചില ആൾക്കാര്, ഇപ്പൊ ഞാൻ ഇങ്ങനെ കയറി ചെല്ലുന്ന ഒരാള് ഒരു അരക്കയ്യൻ ഷർട്ട്, കള്ളിക്കള്ളിയുള്ള ഷർട്ട്, അരക്കയ്യൻ ഷർട്ട്, ഒരു 3-4 എടുത്തിട്ട് സാറേ ഏത് വേണം? അല്ല ഇതല്ല സാർ, ഇത് നല്ല നല്ല കോട്ടൺ ആണ്, നോക്കി നോക്കി സാറിന് പിടിച്ചു നോക്കി. എനിക്ക് ഇത് വേണ്ടത് സാറ്, നല്ല കളറല്ലേ സാർ, എടുത്ത് നോക്ക്. 1.5 മണിക്കൂർ സംസാരിച്ചെടുക്കുവോ? അത് വരുമ്പോഴേക്കും ചില സെയിൽസ്മാൻമാർ അടി മുട്ടി നോക്കിയിട്ട് നേരെ കൈയിട്ടിട്ട് ഒരു 3 കൊണ്ട് നമുക്ക്, അത് ഫുൾ കൈ ഷർട്ടായിരിക്കും, ഒറ്റ കളറൻ ഷർട്ടായിരിക്കും, കോട്ടൺ ആയിരിക്കും. ഇത് കൊള്ളാം, 3-ൽ ഏത് എടുക്കും നമുക്ക് കൺഫ്യൂഷൻ ആവും. അവസാനം 3 എടുത്തോണ്ട് വരും. 1 മിനിറ്റിനുള്ളിൽ സെയിൽ കഴിഞ്ഞു. മറ്റവൻ 1/2 മണിക്കൂർ അപ്പുറത്ത് നിന്ന് സംസാരിച്ചിട്ടാണ് ഇപ്പോട്ട് വന്നത്. ഈ സെയിൽസ്മാൻ 1 മിനിറ്റ് മതിയായിരുന്നു. ശരിയാണോ? അപ്പൊ ഒബ്സർവേഷനിലൂടെ ബോധം ഉണ്ടെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റൂ. എന്നാ ഈ മറ്റേ സെയിൽസ്മാൻ എന്താ പറ്റിയത്? ഭാര്യയായിട്ട് അടിയിട്ടിട്ട് വന്നതാണ് രാവിലെ. അയാളുടെ മനസ്സിലൊക്കെ അതാണ്. വിജയിക്കോ? വിജയിക്കോ? ഈ ഒബ്സർവേഷനിലൂടെ ഞാനും എന്നുള്ള താതാത്മ്യ ഭാവത്തിലൂടെ, ബോധത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരാളെ നമുക്ക് മനസ്സിലാവും. എന്താ ബോധം? നിങ്ങളുടെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ള ബോധം, എൻ്റെ ഉള്ളിൽ ഞാൻ എന്നുള്ള ബോധം ഒന്നായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ എനിക്ക് നിങ്ങളുടെ വേദനയും വിഷമങ്ങളും മനസ്സിലാക്കുന്നു. അതാണ് ബോധം. ആ ബോധത്തിൽ നിന്നുകൊണ്ട് ശക്തിയെ നിയന്ത്രിക്കുമ്പോൾ ശക്തി അനുകൂലവും, ഇമോഷനിൽ നിന്നുകൊണ്ട് പ്രതികരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ശക്തി നമുക്ക് പ്രതികൂലമാവും എന്നുള്ളൊരു എക്സാമ്പിളാണ്. അപ്പം തന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം സർവവും പ്രാണമാണ്, പ്രാണനാണ്, ശക്തിയാണ്. അഭിനവഗുപ്താചാര്യൻ തന്ത്രാലോകം തുടങ്ങിയ കാശ്മീര ശൈവിഷ പദ്ധതി പ്രകാരമുള്ള ഗ്രന്ഥങ്ങളില് വ്യക്തമായിട്ട് ഈ കാര്യം പറയുന്നു. ശക്തി ശിവനിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. കാശ്മീരി ശൈവത്തിന്റെ കഴിഞ്ഞ ദിവസം നമ്മളുടെ സത്സംഗത്തിലെ വീഡിയോയിൽ ഇട്ടിരുന്നു. അതിന്റെ ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? അപ്പോ വിശദമായിട്ട് പറഞ്ഞിരുന്നു, സമയം ഒരുപാട് പോകും. എങ്കിലും തന്ത്രത്തിന്റെ പൂജാ പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു 4 കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് പൂജാ പദ്ധതിയിലേക്ക് പിന്നെ കിടക്കാം. കാശ്മീരി ശൈവ സിദ്ധാന്ത പ്രകാരമാണ് തന്ത്രശാസ്ത്രം ഇത്രയേറെ വികസിച്ചു വന്നിട്ടുള്ളത്. അതിന് മുമ്പും ഉണ്ടായിരുന്നു. അപ്പോ അതിലെ പ്രധാനപ്പെട്ട ആചാര്യന്മാർ എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങളെ കുറിച്ചും അതിന്റെ എന്താണ് പറഞ്ഞ കാര്യം അതിന്റെ ചുരുക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വിശദമായി, അല്ലേ? അപ്പോ അഭിനവഗുപ്താചാര്യനെ കുറിച്ച് പറഞ്ഞിരുന്നു, പിന്നെ അതുപോലെ പല ആചാര്യന്മാരെ കുറിച്ച് പറഞ്ഞു വിശദമായിട്ട്. അതിന്റെ ആ അന്തസത്ത മാത്രം പറഞ്ഞാൽ മതി, നമുക്ക് സമയം ഇല്ല, വിസ്താര ഭയം കൊണ്ട് ചുരുക്കുക. 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കാശ്മീരി ശൈവത്തില് വരുന്നത്. അത് പ്രകാരമാണ് പൂജാ പദ്ധതികൾ മുന്നോട്ട് പോകുന്നത്. ആണവോപായം, ശാംഭവോപായം, ശാക്തോപായം, അനുപായം. ആണവോപായം, ശാക്തോപായം, ശാംഭവോപായം, അനുപായം. ആണവോപായം എന്ന് വെച്ചാൽ ആണവം എന്ന് പറഞ്ഞാൽ എന്താ? അണു എന്ന് പറഞ്ഞാൽ ആറ്റം. ആറ്റത്താൽ നിർമ്മിതമാണ് നമ്മുടെ എല്ലാ ശരീരം ഉൾപ്പെടെ എല്ലാം എന്ന് അന്നേ ആചാര്യന്മാര് കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ടാണ് ശരീരം കൊണ്ടുള്ള ഉപായം, അതിനകത്താണ് പൂജാ പദ്ധതികളൊക്കെ പ്രധാനമായിട്ട് വരിക. നമ്മുടെ പഞ്ചകോശ ശുദ്ധി സാധന എന്നുള്ളത് അതിപ്രകാരം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പൊ അന്നമയത്തില് ആണവോപായം വർക്ക് ചെയ്യുന്നത്, അന്നമയത്തില് ശരീരം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യം.
ശാക്തോപായം എന്ന് പറഞ്ഞ ശക്തിയെ സംബന്ധിക്കുന്നത് ശാക്തം, ശാക്തേയം. ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? പ്രാണനാണ്. ആ പ്രാണനെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ശാക്തോപായത്തില്. നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് അല്ലെ? കോയിനൊക്കെ വെച്ചിട്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഇതാണ് പ്രാണന്റെ വിഗതികളെ നിയന്ത്രിച്ചുകൊണ്ട്, ശക്തിയെ നിയന്ത്രിച്ചുകൊണ്ട്, ഒരു ദേവതയുടെ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട്, ആ മന്ത്രശാസ്ത്രപ്രകാരം ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും. അതാണ് ശാക്തേയം, ശാക്തോപായം. അതാണ് നമ്മൾ വിഗ്രഹത്തിൽ നിന്ന് കലശത്തിലേക്കാക്കി, വിഗ്രഹം കംപ്ലൈന്റ് ആയി കഴിഞ്ഞപ്പോൾ ആ വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് അതിലേക്ക് ഈ കലശത്തിലെ ചൈതന്യത്തെ, ഏത് ചൈതന്യത്തെ? പ്രാണചൈതന്യത്തെ കൊണ്ടുവന്ന് അതിലേക്ക് അഭിഷേകം കഴിച്ച് അതിലേക്ക് ആക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ അമ്പലങ്ങളില്? ഇതാണ് ശാക്തോപായമാണ് അല്ലേ? ആണവോപായം, ശാക്തോപായം, ശാംഭവോപായം. ശംഭുവിനെ സംബന്ധിക്കുന്നത് ശാംഭവം. മെഡിറ്റേഷൻസ് എല്ലാം ശാംഭവോപായത്തിലാണ് വരിക. ട്രിപ്പായിട്ടുണ്ടോ നോക്കണേ. ശാംഭവോപായത്തിലാണ് മെഡിറ്റേഷൻസ്, ധ്യാന പദ്ധതികളെല്ലാം വരിക. നമ്മുടെ 4 ധ്യാന പദ്ധതികൾ, 4 പ്രധാനമായിട്ട് ചെയ്യണം നമ്മൾ പറയുന്നുണ്ട്. ഒരുപാടുണ്ടെങ്കിലും, അനേകം ധ്യാനങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് ഒരു 4 നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ഈ ശാംഭവോപായ പദ്ധതി പ്രകാരമാണ് അത് ഡിസൈൻ ചെയ്തത്. ശാംഭവോപായം. കാരണം നമ്മളെ ഞാൻ എന്നുള്ള ബോധമാണ് ശംഭു, ശിവൻ. ആ സാക്ഷീഭൂത ചൈതന്യത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏത്? ഈ ശക്തി പ്രവർത്തിക്കുന്ന, മൂവ് ചെയ്യുന്നില്ല, നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടൊക്കെ മാറുന്നു. കണക്കിലെ 0 ഈ ശിവബോധം എന്ന് പറയുന്നത്. ശിവബോധമുള്ളപ്പോഴേ 0 കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഷുഗർ കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും കുഴപ്പം. ഈ പ്രപഞ്ചത്തിലെ ഈ ഗ്രഹങ്ങളും ഈ ഭൂമിയും നമ്മളും ഒക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു സന്തുലന, ഒരു 0ത്തിന്റെ ഒരു പോയിന്റിലാ. അതിൽ നിന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടാവത്തില്ലായിരുന്നു, ഇങ്ങനെ ആയിരിക്കത്തില്ല, നമ്മളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ഈ നിലനിൽപ്പിന്റെ 0. ഒരാളുടെ പണം കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും കുഴപ്പം. സ്നേഹം ഒരാളോട് കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും കുഴപ്പം. ലോകത്തിലെ എല്ലാം ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നിലനിൽക്കുന്നത്. അപ്പൊ ആ പ്രാണന്റെ ചലന നിയമങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാവുന്നത്. മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയപരാജയങ്ങൾ നിലകൊള്ളും. അത് ശിവബോധം ഉണ്ടെങ്കിലേ പറ്റൂ. കുണ്ടലിനി ശക്തി, ഈശ്വരന്റെ ശക്തി, ആ ശക്തി കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും. ചിലർ പറയും, സാറേ എനിക്ക് ഭയങ്കര എനർജി ഉണ്ട്, ഞാൻ ബാലാമന്ത്രം 1008 ജപിച്ചു. ആര് പറഞ്ഞ 1008 ജപിക്കാൻ? അല്ല, സാർ അതിനകത്ത് എഴുതിയിരുന്നു, കോമയിട്ട് ഇൻവെർട്ടർ ബ്രാക്കറ്റ് ഇട്ടിട്ട്. അത് ആ ഒരു ഘട്ടത്തിൽ എത്തുമ്പോ ജപിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. ഇപ്പം 10 10 108 ജപിച്ചാൽ പോരെ? അല്ല സാറേ, എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്കിപ്പോ ഒട്ടും ക്ഷീണമില്ല, ഞാന് ഉറങ്ങിയിട്ട് 4 ദിവസമായി, എന്നെ കണ്ടാ പറയൂ, ഈ ഭയങ്കര സന്തോഷമാണ്, ആനന്ദമാണ്. ആനന്ദം കിട്ടാനല്ലേ നമ്മളിതെല്ലാം ചെയ്യുന്നത് അല്ലേ? അഥർവം എന്നൊരു സിനിമയുണ്ടായിരുന്നു പണ്ട്, മമ്മൂട്ടിയുടെ, കണ്ടവരുണ്ടോ? അത് മമ്മൂട്ടി എന്നിട്ട് പറയും തിലകന്റെ അടുക്ക്, തിലകൻ വലിയ മന്ത്രവാദിയാ, കേക്കാടാ, മമ്മൂട്ടിയല്ല പറയുന്നേ, ചാരുദാസൻ അല്ലേ, മമ്മൂട്ടിയുടെ അച്ഛൻ. അനാചാരങ്ങൾ അനുഷ്ഠിക്കരുത്. തിലകൻ പറയുന്ന, നിങ്ങൾ എന്തിനാണ് ധ്യാനിക്കുകയും ജപിക്കുകയും ഈ മന്ത്രമൊക്കെ ചെയ്യിപ്പിക്കുകയും ആചാരങ്ങളൊക്കെ ചെയ്യുന്നത്? അത് ആനന്ദം ഉണ്ടാവാനല്ലേ, പരബ്രഹ്മത്തിന്റെ. അതെ, ഞാനും ആനന്ദം ഉദ്ദേശിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? അല്ലേ? അവനൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നു അല്ലേ?
അപ്പൊ നമ്മുടെ എല്ലാവരും ആനന്ദം ഉദ്ദേശിച്ച, പക്ഷെ ആ ആനന്ദമല്ല ഈ ആനന്ദം. മറ്റേയാൾ ഉദ്ദേശിക്കുന്ന ആനന്ദമല്ല ഇയാൾ ഉദ്ദേശിക്കുന്നത്. ഇയാൾ ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്യുക, അപ്പൊ ഒരു സുഖം കിട്ടും, അതാണ് ഇയാളുടെ ആനന്ദം. മറ്റേയാളുടെ സമാധി ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ കേൾക്കുമ്പോൾ ശരിയാണല്ലോ തോന്നും. ഇപ്പൊ എന്ന് പറഞ്ഞ പോട്ടെ, എനിക്ക് ഒരു ക്ഷീണവും ഇല്ല, ആനന്ദത്തിനല്ലേ സാറേ ഇതെല്ലാം ചെയ്യുന്നത് നമ്മളെല്ലാം. അതെ, എനിക്കത് വേണ്ടുവോളം കിട്ടുന്നു, എനിക്ക് ക്ഷീണമില്ല, ഉറങ്ങിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇന്ന് 4ാമത്തെ ദിവസം ഉറങ്ങിയിട്ട് എന്നെ കണ്ടാൽ തോന്നുന്നു, ഞാൻ പേടിച്ചിട്ട് ഇങ്ങനെ നോക്കും, എന്തോ പറയാനാ, ഇത് പ്രശ്നമാവും, ഉറങ്ങണം, ജപം നിർത്താനോ, നെവർ. ഇത്രയും ആനന്ദ സുഖം കിട്ടുന്നു, ഇനി ആര് പറഞ്ഞാലും ഞാൻ നിർത്തത്തില്ല. കൃത്യം 3ാമത്തെ ദിവസം ഞാൻ ഒരു വിളി വരും പ്രതീക്ഷിച്ചിരിക്കുക. കൃത്യം 3ാമത്തെ ദിവസം വിളി വന്നു, സാറേ പുഷ്പഗിരിയിലാണേ. അതെന്താ? പുഷ്പഗിരി അഡ്മിറ്റ് ആണ്. എന്താ? ഹോസ്പിറ്റലിൽ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അമ്മാവന്റെ ഫ്രണ്ടിലത്തെ 2 പല്ല് പോയി. അതിനെന്തിനാ? അല്ല, ഞാൻ അടിച്ച് കളഞ്ഞതാ. അത് ശരി, അതെന്താ? ഓ, അമ്മാവൻ വീട്ടിൽ വന്നവരെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ശരി. ഇതേ ഈ എനർജി അങ്ങനെ അങ്ങ് നെഗറ്റീവായിട്ട് തിരിഞ്ഞു, ബാധയും പിടിച്ച് ആകെ കൈവിട്ട് പോയിട്ട് ശിവബോധം അറിയാമേ, ഈ എനർജി ഹാൻഡിൽ ചെയ്യാനുള്ള 0 പോയിന്റ് അറിയത്തില്ല. സംഭവം പിടികിട്ടിയോ? ഇത് എവിടെ തിരിയുന്നു, നെഗറ്റീവ് ആവുന്നു, പോസിറ്റീവ് ആവുന്നു അറിയത്തില്ല. എനർജി ഉണ്ട്, എനർജി എങ്ങനെ പ്രവർത്തിക്കുന്നു അറിയില്ല. പിന്നെ ഇത്ര ചെയ്തുള്ളൂ. അല്ല, അവരുടെ 4 ജനലിന്റെ തില്ലും തല്ലി പൊട്ടിച്ചു. അത് ശരി, നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് ഇടിച്ച് ആശുപത്രി കൊണ്ടുപോയി. ഇന്നിപ്പോ ശകലം കുറവുണ്ട്, ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ശകലം കുറവുണ്ട്. ഇതാണ് അവസ്ഥ. എന്തോ അവര് ബൈപ്പോളർ ആണെന്നാണോ പറഞ്ഞത്? അതെ, ബൈപ്പോളർ ഡിസോർഡർ ആണെന്നാണ് പറഞ്ഞത്. ശരി, അതിനാണ് ഗുളിക? അതെ. ഏത് ഗുളിക? ഇന്ന ഗുളിക. എന്ത് ചെയ്യും? കുണ്ടലിനി നല്ലതാണ്, ദേവി നല്ലതാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ശിവബോധത്തോടെ ശക്തിയെ ഉപാസിച്ചില്ലെങ്കിൽ ഇത് തിരിഞ്ഞടിക്കും. അങ്ങനെ ഒരുപാട് ആചാര്യന്മാരുടെയൊക്കെ പോയിട്ട് കുണ്ടലിനി തിരിച്ച് തലക്ക് കയറി ആകെ പ്രശ്നമായിട്ട് പല ആളുകൾ ഇവിടെ വന്ന് ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത ആളുകൾ ഈ കൂട്ടത്തിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരെ ബുദ്ധിമുട്ടിക്കുന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ ആചാര്യന്മാരെ നിന്ദിക്കുന്നത് ശരിയല്ല, കാരണം അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഇതൊക്കെ നിൽക്കുന്നത്. അപ്പൊ എല്ലാം തികഞ്ഞവരില്ലെന്നല്ലേ പറയുക. എനിക്കും എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടാവും, പക്ഷെ അവരെ നമ്മൾ നിന്ദിക്കാൻ തയ്യാറില്ല, അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരുപാട് ആളുകൾ ഇന്ന് ശ്രീവിദ്യാ ദീക്ഷ കൊടുക്കുന്നു, ആചാര്യന്മാരെ പൂർണ്ണ ദീക്ഷ കിട്ടി എന്നൊക്കെ പറഞ്ഞ് വടക്കോട്ട് എടുത്തൊരു കല്ലെറിഞ്ഞാൽ മതി ഇവിടുന്ന്, ഏതെങ്കിലും ഒരു ആചാര്യന്റെ ദേഹത്തുള്ളൂ ശ്രീവിദ്യ പഠിച്ചു. പക്ഷേ ഇത് പഠിപ്പിച്ചോട്ടെ, നല്ലത് തന്നെ, അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത്, അത് ഞാൻ പറഞ്ഞു. പക്ഷെ കുറച്ചുകൂടെ പഠിച്ചാൽ നന്നായിരിക്കും. കാരണം ഇത് ഹാൻഡില് ഒരു പുറത്തുനിന്ന് ഭൂതത്തെ തുറന്നു വിടുന്ന കൂട്ടായി മാറരുത്. കാരണം ഭൂതത്തെ തുറന്നു വിടാൻ പറയാൻ കാര്യമുണ്ട്. കാരണം ഈ എനർജി ശ്രീവിദ്യയുടെ ഒരു പദ്ധതിയുടെ ഒരു പ്രാക്ടിക്കൽ വേർഷൻ, ഈ പ്രാക്ടിക്കൽ വേർഷൻ ഇല്ലാതെ തിയറി മാത്രമായിട്ട് പൂജയൊക്കെ എളുപ്പം പഠിക്കാൻ പറ്റും നമുക്ക്. പൂജ പഠിക്കുന്ന നല്ല കാര്യം. പൂജ നിങ്ങൾക്ക് മാഷോട ന്യാസം വരെയുള്ള പൂജകൾ എളുപ്പം പഠിക്കാൻ നിങ്ങൾക്ക് ശ്രമിച്ചാൽ, അല്ലേ? പക്ഷെ ഇതുകൊണ്ട് ഉണ്ടാവുന്ന എനർജി റൈസിങ്ങിനെ ഹാൻഡിൽ ചെയ്യാൻ പ്രാക്ടിക്കലി അറിയാവോ, ഗ്രൗണ്ടിങ് അറിയാവോ? ഇത് ഈ സീറോയിൽ നിന്നുകൊണ്ട് ഈ എനർജി പോസിറ്റീവായിട്ട് നിലനിർത്തി സമാധി വരെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ ഇത് പ്രശ്നമാണ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരും, ഉറപ്പാണ്. തമാശയല്ല ഇത് പറഞ്ഞു. അപ്പോ പ്രാണനെ, അപ്പൊ ശംഭുവിനെ സംബന്ധിച്ച ശാംഭവ ഉപായം ശരിയായി വർക്ക് ചെയ്തെങ്കിലേ ശാക്തോപായം അനുകൂലമാകത്തുള്ളൂ. ശിവന്റെ മേളിലാണ് ദേവി ഇരിക്കുന്നത്. ശിവൻ നമ്മുടെ ബോധമാണ്, കോൺഷ്യസ്നെസ് ആണ് 0 പോയിന്റ് ആണെന്ന് പറഞ്ഞു. ആ 0 പോയിന്റ് അറിയുന്നതാണ്. ഒരു നല്ല ഡോക്ടർക്ക് എങ്ങനെയാണ് ഇയാളുടെ ഷുഗറിന്റെ മെഡിസിൻ കൂട്ടണോ കുറയ്ക്കണോ എന്ന് അറിയുന്നത്? ഇൻസുലിൻ അയാളുടെ ഉള്ളിലെ ബോധത്തെ ഈ കിട്ടിയിരിക്കുന്ന ശക്തിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ അയാൾക്ക് അയാളുടെ ബോധം പറയുന്നു ഇയാളെ സംബന്ധിച്ച് ഇത്രയും വേണ്ട, അല്ലെ ഇത്രയും വേണം. ഇൻസുലിൻ കൂടിയാൽ എന്ത് പറ്റും? പ്രശ്നമാണ്. കുറഞ്ഞാൽ എന്ത് പറ്റും? അതും പ്രശ്നമാണ്. ആ പോയിന്റ് കൃത്യം അറിയാൻ പറ്റണം, അത് നമുക്കറിയാൻ പറ്റണം. നമ്മൾ മറ്റൊരു ഡോക്ടറേക്കാൾ നന്നായിട്ട് എല്ലാ കാര്യങ്ങളിലും 0 പോയിന്റ് അറിയാൻ പറ്റണം. ഒരു ഫ്രണ്ട്ഷിപ്പ് എവിടം വരെ നിർത്തണം, എവിടം വരെ വേണം, അല്ലേ? ഞാൻ എല്ലാം ചെയ്തു കൊടുത്തിട്ട് അവസാനം എനിക്കിട്ട് പണി കിട്ടിയെന്ന് പറഞ്ഞ കരയുന്നവരെ കാണുന്നില്ല സ്ഥിരം. ഇതിനെല്ലാം ചെയ്തു കൊടുക്കാൻ പോയി പാത്രം അറിഞ്ഞ് വിളമ്പണം എന്ന് പറയും, അല്ലേ? അപ്പം ഓരോന്നും നിർത്താനുള്ള ബോധം
അതിസർവത്ര വർജിയിൽ എന്ന് പറയും. അപ്പൊ ഇത് തിരിച്ചറിയുന്ന ശിവബോധം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ, ശിവബോധത്തെ ഉണർത്തുമ്പോൾ, അതിനാണ് ശാംഭവ ഉപായം വെച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങള് നമ്മുടെ പ്രാണന്റെ സഞ്ചാര ഗതിവിധികള് എങ്ങോട്ട് പോകണം, ഇതൊക്കെ ഈ ശിവബോധം ഉണ്ടല്ലേ പറ്റത്തുള്ളൂ. അതാണ് ബോധത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മളുടെ കുണ്ടലിനി ശക്തി മനസ്സിലേക്ക് കയറാനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കണം. നമ്മളുടെ കുണ്ടലിനി മൈൻഡിലേക്ക് കയറിപ്പോയാൽ അതിങ്ങനെ പോയിട്ട് OCD പോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ചിന്തിച്ചാൽ ചിന്ത ഇങ്ങനെ വന്ന് നമ്മളെ വല്ലയിടത്തൊക്കെ കൊണ്ടുപോകും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ആ ബോധത്തെ ഉപയോഗിച്ച് ചിന്തയെ നിയന്ത്രിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. ബോധം ഉയർന്നു കഴിഞ്ഞാൽ ചിന്തയില്ല, ചിന്ത കൂടിയാൽ ബോധം ഇല്ലാണ്ടാവും. കുണ്ടലിനി ഇമോഷണലാകുമ്പോൾ ഇന്ന് കുണ്ടലിനി അതിലോട്ട് കയറും, പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും സംഭവം. നമ്മൾ പലരും നിങ്ങളെ വീഡിയോസ് കണ്ടിട്ടില്ലേ, അല്ലെ നേരിട്ട് കണ്ടിട്ടില്ലേ? ശരീരത്ത് മറ്റു പേഴ്സണാലിറ്റീസ്, വ്യക്തിത്വങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന് ആ ബോഡി കൈയടക്കിയിട്ട് സംസാരിക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫേസ് ഒക്കെ മറച്ചിട്ടിട്ടുണ്ട്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലേക്ക് മറ്റൊരു പേഴ്സണാലിറ്റി ആവേശിക്കുന്നു. ഹിപ്നോട്ടൈസ് ചെയ്ത് നമ്മുടെ ബോഡി എടുക്കുന്നു. ഞാനിപ്പോ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറക്കുക, നിങ്ങളുടെ ബോഡി ഞാൻ പറഞ്ഞോട്ട്, കൈ പൊക്കാൻ പറഞ്ഞാൽ ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും, കരയാൻ പറഞ്ഞാൽ കരയും. ഈ ശരീരം എനിക്ക് പോയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ ഉള്ളിലോട്ട് വന്ന് ഇതേ സംഭവം ചെയ്യുന്നതിനെയാണ് ഈ പ്രേതബാധ. ഈ നെഗറ്റീവ് എനർജികൾ ഇത്തരത്തിൽ ആളുകളെ ഇമോഷണലി ഭയപ്പെടുത്തി അഡ്രിനാലിനുണ്ടാക്കി പ്രോസസ് ചെയ്യും. നാർക്കോട്ടിക് അനാലിസിസ് എന്താണ്? ഡ്രഗ്സ് കുത്തിവെച്ച ആളുകളെ കൊണ്ട് ഹിപ്നോട്ടൈസ് ചെയ്യുക, എന്നിട്ട് അവരെ കൊണ്ട് സത്യം പറയിക്കുക. ശരിയല്ലേ? അഭയ കേസിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടില്ലേ? വെളിയിൽ ഇറങ്ങി ലീക്കായി. അപ്പൊ ഇത്തരത്തില് ഞാനിപ്പോ മരിച്ചു കഴിയുമ്പോൾ എന്റെ ശരീരം പോയി, അപ്പൊ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ നിങ്ങളെ ഒന്ന് ഭയപ്പെടുത്തി, നിങ്ങളെ ഒന്ന് ഇമോഷണലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വൾണറബിൾ ആയി, ഡ്രഗ്സ് കുത്തിവെച്ച എഫക്റ്റ് ആയി, അഡ്രിനാലിൻ ബ്രെയിനിൽ വന്നു, എനിക്ക് ഡയറക്റ്റ് കയറാം, ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ബോഡി എടുക്കാം, എന്നിട്ട് അത് ഉപയോഗിക്കാം. ഞാനിപ്പോ മരിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ മരിച്ച് എന്റെ ഉള്ളിലേക്ക് വന്നു, ഞാൻ നിങ്ങൾ എന്തായിരിക്കും വിളിക്കുക? ഹരീഷിന്റെ അല്ലെങ്കിൽ സംഗീതിന്റെ പ്രേതം വന്നു എന്ന് പറഞ്ഞാൽ, അല്ലാതെ വേറൊന്നും പറയത്തില്ല. അല്ലെ ശ്രീധരൻ നമ്പൂരിയുടെ പ്രേതം നിങ്ങളുടെ ഉള്ളിൽ വന്നു എന്ന് പറയും. ശരിയല്ലേ? അല്ലേ? തിരിച്ച് ഉടനെ തന്നെ ഇങ്ങോട്ട് കയറിയാൽ, സ്വന്തം ശരീരത്തിലേക്ക് കയറിയാൽ അത് പ്രേതമല്ലാതാവോ? അപ്പോഴും അത് പ്രേതം തന്നെയാണ്, അല്ലേ? നമ്മളൊക്കെ ജീവിക്കുന്ന പ്രേതങ്ങൾ, ശരീരമുള്ള പ്രേതങ്ങളാണ് ജീവിക്കുന്നതിനുള്ളത്, ശരീരമുള്ള പ്രേതങ്ങളാണ്. മറ്റൊരു സംഗതിയുണ്ട്, അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തെ ഒരു പ്രേതം നിറഞ്ഞു നിൽക്കുക ഞാൻ എന്നുള്ള ഏറ്റവും വലിയ ബാധ ഏതാ? അപ്പൊ നമ്മുടെ ശരീരത്തെ ഞാൻ എന്നുള്ള ബോധത്തിനകത്ത് വന്നു കയറി അതിനെ കൈയടക്കുന്ന ഏറ്റവും വലിയ ബാധ ഏതാണ്? നമ്മുടെ പേഴ്സണാലിറ്റി തന്നെയല്ലേ? ഇത് മരിച്ചു കഴിയുമ്പോൾ മറ്റൊരുത്തിന് ബാധയാവുന്നു, നമുക്കാണ് ഇപ്പോഴത്തെ ബാധ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അഹം നിരോധിക്കണം, അഹം ഇല്ലാണ്ടാക്കണം, ഞാൻ എന്നുള്ള തോന്നൽ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ദേവിയെ വിളിക്കണം എന്ന് പറയാൻ കാരണം. എന്നാലും ദേവിക്ക് ഉള്ളി വന്നെങ്കിലേ നമ്മളെ അനുഗ്രഹിക്കാനും സഹായിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഉള്ളി കയറണമെങ്കിൽ ഞാൻ നിറഞ്ഞു നിൽക്കുമ്പോ പറ്റുമോ? ഞാനൊരു വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോ പറ്റൂല. ഞാൻ ചെറിയ സംഭവമാണെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഞാൻ എല്ലാവരെക്കാട്ടിലും ഞാൻ ഏറ്റവും കഴിവ് കുറഞ്ഞ ആളാ, ഞാൻ മണ്ടനാണ്, മണ്ടിയാണ് എന്ന് പറഞ്ഞാലും പറ്റുമോ? ഇത് രണ്ടും ഞാനല്ലേ? അല്ലേ? മറ്റൊരു സത്യം അറിയാവോ? നിങ്ങൾ നമ്മുടെ വീഡിയോസ് കുറെ ഇരുന്ന് കാണണം. ഇവിടെ വന്നാൽ കാണാൻ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയയിൽ, പേഴ്സണൽ വീഡിയോസാണ്, ആർക്കും കൊടുക്കാറില്ല. വല്ലതും ചോദിക്കുമെങ്കിലും പാസ്വേഡ് ഇട്ട് വെച്ചിരിക്കുക. ഈ ഹോം തിയേറ്ററിനകത്തിട്ട് നിങ്ങൾ ഇത് മൊത്തം കാണണം. ആളുകളുടെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരും ശരീരം പോത്തേ ഉള്ളൂ, മരിക്കത്തില്ലെന്നുള്ള സത്യം മനസ്സിലാവും. അതോടെ നമ്മുടെ ഭയം അങ്ങ് പോകും. ഏറ്റവും വലിയ ഗുണമാണ്. ഭയം ഉള്ളപ്പോഴാണ് ഈ ബാധ കയറുന്നത്. ഭയം തീരുന്നവരെ ബാധ ഉണ്ടാവും. ഭയം തീർക്കാനാണ് ഉപാസന ചെയ്യുന്നതും പൂജ കഴിക്കുന്നതും എല്ലാം. ഭയം തീരണമെങ്കിൽ നമ്മൾ പറഞ്ഞ കൂട്ട് തന്നെ കേൾക്കണം. ചില നമ്മൾ പറഞ്ഞ എല്ലാം ചെയ്യും, ഏതെങ്കിലും ഒരു കാര്യം അങ്ങ് വിടും, അതോടുകൂടി പ്രശ്നമാവും. എന്നാൽ ഇതെല്ലാം ചെയ്ത ആളുകൾക്ക് എല്ലാം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ റിസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. 0.001 ലെവൽ സിഗ്നിഫിക്കന്റ് ആണ് നമ്മുടെ റിസർച്ച്. 95% റിസൾട്ട് ആണ്, 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. സാധന ചെയ്യുന്നവരെയും ചെയ്താത്തവരെയും എടുത്തിട്ട് നോക്കിയപ്പോ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എടുത്ത് നോക്കിയപ്പോ, അല്ലേ? അപ്പോ ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. ഏതെങ്കിലും പ്രത്യാഹാര ധ്യാനം, അതെന്തിനാ?
അതൊക്കെ അയാളുടെ തോന്നല. ഇത് ജപമല്ലേ പ്രധാനം, ജപിച്ചാൽ മതി. മറ്റേതൊരു കാറ്റുകൊള്ളും സമയമായി. എവിടെ വാദം മാറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് നടക്കൂ. ഈ ഞാൻ എന്നുള്ളത് നിറഞ്ഞു നിൽക്കുമല്ലേ. അപ്പൊ ആ ഞാൻ എന്നുള്ളതിനെ ഇല്ലാതാക്കാനാണ് ന്യാസങ്ങളൊക്കെ പൂജാ പദ്ധതി വെച്ചിട്ടുള്ളത്. ഗ്രഹന്യാസം, നക്ഷത്രന്യാസം, രാശിന്യാസം. നമ്മളെ ഗ്രഹങ്ങളായിട്ട് ഓരോ ശരീരത്ത് അംഗങ്ങളിൽ ന്യസിക്കുന്നു, നക്ഷത്രങ്ങൾ ന്യസിക്കുന്നു. അശ്വതി, ഭരണി, കാർത്തിക എന്ന് പറഞ്ഞിട്ട് മഹാഷോളന്യാസ പൂജയല്ല, ശ്രീചക്രത്തിൽ ശ്രീവിദ്യ പൂജ, ശ്രീചക്ര പൂജയിൽ അതൊക്കെ വരുന്നത്. രാശിന്യാസം, ഗ്രഹന്യാസം, നക്ഷത്രന്യാസം, സൂര്യൻ, ചന്ദ്രൻ ഇതൊക്കെ ശരീരത്തിൽ ന്യസിക്കും. നമ്മുടെ ഈ ബ്രഹ്മാണ്ട പിന്നാണ്ട് ഐക്യം ഉണ്ടാക്കാനാണ്. നമ്മുടെ ഈ ശരീരത്തിൽ ഞാൻ ശ്രീധരനമ്പൂരിയാന്നുള്ള തോന്നൽ കളയാൻ വേണ്ടിയിട്ടാ. അപ്പോഴേ ദേവിക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇത്രയും വലിയ ചൈതന്യത്തിൽ നമ്മളിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ നമുക്ക് കപ്പാസിറ്റി വേണ്ടേ? ഈശ്വരന്റെ ചൈതന്യം എന്തായിരിക്കും? അതിന്റെ പവർ താങ്ങാൻ പറ്റണമെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ആ നില ഒരുക്കണ്ടേ? എന്നിട്ട് അതിന് പറ്റുന്ന ഇപ്പൊ ഈ ബോക്സ് അല്ലെങ്കിൽ ഈ മൊബൈലിലേക്ക് വന്ന ചാർജറിലേക്ക് കറണ്ട് വരുത്തുന്നത് എങ്ങനാ? ഒരു ചെറിയ ഒരു അഡാപ്റ്റർ വെച്ചിട്ടല്ലേ. അതല്ലാതെ അതിനകത്ത് മൊത്തം കറണ്ട് വരണമെങ്കിൽ അത് കറണ്ട് എത്രയാണെന്ന് അറിയണമെങ്കിൽ ഒന്ന് വിരലിട്ട് നോക്കിയാൽ പോരെ, അല്ലേ? ചത്തു. അപ്പൊ എന്ന് പറഞ്ഞ കൂട്ട് നമ്മളിലേക്ക് ഇത് ഒരു വേദി ഒരുക്കാനാണ് നമ്മൾ ഈ പൂജയൊക്കെ ചെയ്യുന്നത്. ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ ഈ പ്രാണനെ നമ്മൾ ശരിക്കും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ദേവി എന്നുള്ള സങ്കല്പങ്ങളും കാര്യങ്ങളും വെച്ച് ഈ പ്രാണനാണ് ആദിപരാശക്തി എന്ന് പറയുന്നത്. ശ്രീചക്രമാണ് അതിന്റെ സ്വരൂപം. ഗാലക്സി ഒക്കെ അങ്ങനെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? ഒരു കല്ലെടുത്ത് വെള്ളത്തിട്ടാ ഇങ്ങനെ പൊങ്ങി വരത്തില്ല. അതാണ് ശരിക്കും ശ്രീചക്രം, അതാണ് പ്രപഞ്ച സ്വരൂപം, അതാണ് ദേവി. ഈ പ്രാണനെ നമ്മളെ അനുകൂലമാക്കി നമ്മുടെ ശരീരത്തും പുറത്തും ആളുകൾക്കും ഒക്കെ ഗുണകരമാക്കി പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് പൂജാതി കാര്യങ്ങൾ ചെയ്ത് ഈ പ്രാണനെ ശാംഭവ ഉപായത്തോടെ കൈപ്പിടിയിൽ വെക്കുന്ന. ശാംഭവ ഉപായത്തിലൂടെ ശാക്തോപായത്തെ നിയന്ത്രിക്കും. ശാംഭവോപായം ശാക്തോപായം എന്താണെന്ന് ഞാൻ നേരത്തെ പലർക്കും കാണിച്ചു തന്നിട്ടുണ്ട്. ഫൈറ്റ് ചെയ്തിട്ടില്ലേ, അല്ലേ? ഫൈറ്റ് ചെയ്ത് കാണിച്ചില്ലേ? ആരെയൊക്കെ കാണിച്ചില്ല? ആരെയൊക്കെ കാണിച്ചു ഫൈറ്റ് ചെയ്ത്, അല്ലേ? നിങ്ങളെ കാണിച്ചില്ല അല്ലേ? ഇതിന് ശേഷം അത് കാണിച്ചു തരാം. അതിന്റെ പ്രാക്ടിക്കൽസ്. ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ശാംഭവോപായം എന്താണ്, ശാക്തവും ശരിക്കും മനസ്സിലാവും. മാജിക്കലായിട്ട് നമ്മൾ ഈശ്വരീയമായി പെർഫോം ചെയ്യും, അല്ലേ? നമ്മളല്ലാതെ മറ്റൊരു ശക്തി നമ്മളിൽ വന്ന് പെർഫോം ചെയ്യുന്ന കണ്ട് കാണാൻ പറ്റും. നമ്മൾ ഞെട്ടിപ്പോവും. എടാ, എനിക്ക് ഇത്രയും കഴിവ് എങ്ങനെ വന്നു ഫൈറ്റിങ്ങിൽ? ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ. തോന്നിയില്ലേ? എന്ത് തോന്നി? അനുഭവം എന്തുവായിരുന്നു? നമ്മൾ കാണുന്നേ ഉള്ളൂ. നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, ശരിയല്ലേ? മാജിക്കൽ എഫക്റ്റ് അല്ലേ? അല്ലെ? അത്ഭുതം തോന്നിയില്ലേ നമ്മുടെ കഴിവിൽ? ഞാൻ ഇത്രയും വലിയ സംഭവമാണല്ലോ. എന്നാൽ ശാക്തോപായത്തിൽ നിന്നപ്പോഴോ മൊത്തം ഇടി വാങ്ങിച്ചു, ഒന്നും പുറത്തു പോയില്ല, അല്ലേ? ഇതിന് ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റും എന്താണെന്നുള്ളത്. ഭയങ്കര രസമാണ് ലൈഫ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നോക്കി തന്നാൽ മതി, ദേവി എല്ലാം ചെയ്തോളും. നമ്മൾ അതിനനുസരിച്ച് ഇന്ന് കൊടുത്താൽ മതി. ഞാൻ എന്നുള്ള സാധനമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തടസ്സം. നമ്മൾ സൈലന്റ് ആകുമ്പോൾ ദ സർപ്പന്റ് സ്റ്റാർട്ട് ടു അവേക്കൻ. കണ്ട ഹോം തിയേറ്ററിൽ എഴുതി വെച്ചേക്കുന്നതാ, നോക്കിയാൽ മതി. ആ സർപ്പത്തിന് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, അത് ഉണരാൻ തുടങ്ങും. നമ്മളുള്ളതുകൊണ്ടാണ് ഇത് അനങ്ങാത്. ആകെ വികലമായിട്ട് അധികം നമ്മളെ പ്രാർത്ഥനയും ഞാൻ എന്റെ ദേവി, എന്റെ പ്രശ്നം, എന്റെ ദുഃഖം, എന്റെ വിഷമം, എന്റെ വേദന മാറ്റിത്തരണേ ദേവി. ഞാൻ എത്ര നാളായിട്ട് നിന്നെ വിളിക്കുന്ന, കരുണയില്ലേ? കരുണ കൊണ്ട് ചുറ്റും കറങ്ങി നടക്കുക ദേവി അകത്ത് കയറാൻ. ഇവന്റെ ഈ പട്ടാരം ഈ കാലമാറും 24 മണിക്കൂറും ഞാൻ എന്റെ വേദന, എന്റെ ദുഃഖം, എന്റെ വിഷമം ദേവി എന്ന് പറഞ്ഞു നടക്കും. ഇതെങ്ങനെ കേറ്? ഈ ബാധ പിടിച്ചിരിക്കുക, ഞാൻ എന്നുള്ള ബാധ. നമ്മളിലേക്ക് ദേവത വരണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാതിരിക്കണം. ഇപ്പൊ കർപ്പൂരത്തിലും വന്നില്ലേ? ഇതാണ് ഞാനെന്ന ഭാവത്തെ മാറ്റണമെന്ന് വിചാരിക്കുന്നില്ലേ? അതാണ് ഞാൻ. ആ സാധനം മാറ്റണമെന്നായി പറയുന്നത്. കണ്ടോ കണ്ടോ? കണ്ടോ? അപ്പൊ അർത്ഥം എത്ര മാത്രം നമ്മൾ ട്രാപ്പിലാണെന്ന് മനസ്സിലായോ? എന്റെ പിടിയില്, ഞാൻ എന്നുള്ളതിന്റെ പിടിയിലാണ് നമ്മൾ. എത്ര മാത്രം ട്രാപ്പിലാണെന്ന് മനസ്സിലായോ? എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞില്ലേ? ആരെങ്കിലും മിണ്ടാതിരുന്നോ? ഉള്ളില് മനസ്സിൽ ആരെങ്കിലും മിണ്ടാതിരുന്നോ? എങ്കിൽ അതായിരുന്നു അതിന്റെ ആൻസർ. ഉള്ളിലേക്ക് പറഞ്ഞ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം?
പിന്നെ ആൻസർ വരും. പറയുന്നത് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഒന്നും മിണ്ടാതിരിക്കാവോ 1 മിനിറ്റ് നേരത്തെ? ഉള്ളില് 24 hours പുറത്ത് മിണ്ടാതൊക്കെ ഇരിക്കും. ചിലച്ചോണ്ടിരിക്കുന്ന എന്തിനാ? അതൊന്നും മാറ്റാതെ പൂജ ചെയ്തിട്ടൊന്നും കാര്യമില്ലെന്നേ. ഈ പൂജ ചെയ്യുന്നത് ഞാനല്ലേ. ഞാൻ ദേവതയ്ക്ക് പൂജ കൊടുത്ത് ദേവിയെ കൊണ്ട് അനുസരിപ്പിച്ച് എന്റെ രോഗം മാറ്റും, എന്റെ ബുദ്ധിമുട്ട് മാറ്റും. അപ്പൊ ഞാൻ എത്ര വലിയ ആളാ? ഇതല്ലേ എല്ലാവരുടെയും പൂജയുടെ ആരാധനയുടെയും പിന്നില് ഈ ഞാനല്ലേ. പിന്നെ എങ്ങനെ ദേവത വരും, സമർപ്പണം വരും? അവർ ഈ തല കുത്തി എന്ന് പറയുന്നുണ്ട് ഋഷിമാര്, സമർപ്പിക്കണം, അഹം കളയണം, അത് വേണം. സംഭവം എല്ലാം ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത് മനസ്സിലാക്കണ്ടേ? സെൻ ബുദ്ധിസത്തിൽ ധ്യാനം പറഞ്ഞു കൊടുക്കുമ്പോൾ, വിപസന ധ്യാനം പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാര് ചിന്ത ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ധ്യാനം എന്ന് പറയുന്നത്. ഓക്കെ, യോഗ ചിത്തവൃത്തി നിരോധന എന്ന് പതഞ്ജലി പറഞ്ഞിട്ടുണ്ട്. ശരി, ഇപ്പോ മനസ്സ് ശാന്തമാണ്, ഒരു ചിന്തയും ഇപ്പൊ ഇല്ല. അതൊരു ചിന്തയാണ്. ശരിയല്ലേ? ശരിയല്ലേ? ഒരു ഡോക്ടർ പറയുക, എല്ലാം പഠിച്ച് വലിയ പാസ്സായ ഡോക്ടറാ, പ്രാവശ്യം മുഖത്ത് നോക്കിയിട്ട് ഇതെല്ലാം കേട്ടിട്ട്, സാർ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഇതുവരെ കേട്ടിട്ടില്ല. മനസ്സിന് ഒതുക്കാനല്ലേ, മനസ്സിലാക്കാൻ എളുപ്പമല്ലേ എല്ലാം, മനസ്സിനകത്ത് ആക്കുക എന്നാ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത്രയും ബുദ്ധിമുട്ടാണ്. സംഭവം എന്തുവാ? ഏറ്റവും സിമ്പിൾ ആണ്. പക്ഷെ അത് സിമ്പിൾ ആയതുകൊണ്ടാണ് അത്രയും ബുദ്ധിമുട്ടാവും. നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നത്തുള്ളൂ. അങ്ങനെ ശീലം. അപ്പൊ നമ്മളുടെ ആ സൈലൻസിലാണ് പ്രാണനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓ, അപ്പൊ ഇതാണ് പ്രാണൻ, മനസ്സിലാവും. അയ്യോ, അപ്പൊ ഇപ്പൊ ഇത് വർക്ക് ചെയ്യുന്ന എല്ലാം നേണ്ട കണ്ടോ നെഗറ്റീവായിട്ടാണ് എന്റെ ചൈ. ഇപ്പൊ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യണം? അതൊക്കെ തന്നെ മനസ്സിലാവാം ഈ പ്രാണനെ അറിയുമ്പോൾ. അതിനാണ് ശാംഭവ ഉപായം, മെഡിറ്റേഷൻ. പലരും ചോദിക്കുന്നു, മെഡിറ്റേഷൻ ജപിച്ചാ പോലെ, ജപിച്ച് 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 എനർജി കൊണ്ടുവന്നാ പോലെ? ജപിച്ച് 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 എനർജി കൊണ്ടുവന്നാൽ എന്റെ അച്ഛൻ വരുമോ നേരെയാക്കാൻ? ഇത് അനുഭവിക്കേണ്ടി വരും. ജപിച്ച് ജപിച്ച് ഉണ്ടെല്ലാം കൂടെ തലേ കയറിയ ആര് വരും? ആശുപത്രി കൊണ്ട് ഇടിച്ച് ആശുപത്രി കൊണ്ട് വിടും, അല്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ന് കാണുന്ന പല മാനസിക രോഗം, സ്കിസോഫ്രീനിയ, ബൈപ്പോളാർ ഡിസോർഡർ, ഇതെല്ലാം കുണ്ടലിന് റേസിംഗ്. ഇതെല്ലാം മിക്ക ആളുകൾക്കും നടുവേദന ഇല്ലാത്ത എത്ര പേരുണ്ട്? നടുവേദന ഉള്ളവരൊന്ന് കൈവക്കി. നടുവേദന ഉള്ളവർ ഇല്ല. ഇതാണ് കുണ്ടലിനി വന്നിടിക്കുന്നതാണ് ഡിസ്കിൽ. മനസ്സിലുണ്ടാകുന്ന ട്രോമകളാണ് ഇതിനെ അവിടെ സ്റ്റക്കാക്കുന്നത്. കുട്ടിക്കാലം മുതലുള്ള ട്രോമകളാണ്. ആ കുട്ടിക്കാലത്തേക്ക് പോകണം. ഇല്ലെന്നും കുഴപ്പമില്ല, ഈ പ്രസന്റിൽ അങ്ങ് മുന്നോട്ട് പോയാലും മതി. പക്ഷെ ഉപാസന വേണം. ഒന്നില്ല സൈക്കോ തെറാപ്പിയിൽ കുട്ടിക്കാലത്ത് പോയി ആ കുട്ടിക്കാലത്തുണ്ടായ ട്രോമകൾ കണ്ടെത്തി കറക്റ്റ് ചെയ്യുക. അതിലും എളുപ്പമാണ് നമ്മൾ ദേവി ഉപാസന സ്ട്രോങ് ആക്കി പ്രസന്റിൽ നിന്നിട്ട് അതൊക്കെ പാസ്റ്റ് ഈസ് പാസ്റ്റ്. അന്നും വല്ലതും ചെയ്യാൻ പറ്റുമോ? പണ്ടുള്ളവർക്ക് പോയി ഇല്ല, അത് കഴിഞ്ഞു പോയില്ലേ. അന്ന് നമ്മൾ ഉപദ്രവിച്ചെന്നെ കിട്ടുമോ? 2 ഇടി കൊടുക്കുക, അവൻ ചത്തുപോയവന്റെ അപ്പനും ചത്തുപോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഏറ്റവും എളുപ്പം പ്രസന്റില് നിന്നുകൊണ്ടുള്ള ധ്യാന പദ്ധതി ചെയ്ത് ദേവി ഉപാസന ചെയ്ത് നമ്മൾ മറ്റൊരു ഫ്രീക്വൻസിലേക്ക് ട്യൂൺ ചെയ്താൽ കുണ്ടലിന് തന്നെ ശരിയാവാൻ തുടങ്ങും. ഈ മനസ്സിനെ അവിടെ ഒതുക്കിയാൽ മതി. അല്ലാതെ പാസ്റ്റിൽ പോകുന്നതിനേക്കാൾ എളുപ്പമാണ് എന്ത് മനസ്സിലാണ് ഈ ബ്ലോക്ക് കിടക്കുന്നത്. ശ്രീധരൻ നമ്പൂരി എന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് നടുവേദന ഉള്ളത്. ദേവി എന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ ഇട്ടാൽ, ഈ സോഫ്റ്റ്വെയർ മാറ്റിയിട്ട് പിന്നെ പ്രാണന്റെ ചലനങ്ങളിൽ തടസ്സം വരുമോ? സ്വാധിഷ്ഠാനത്തിൽ ബ്ലോക്ക് വരുമോ? വിശുദ്ധിയിൽ ബ്ലോക്ക് വരുമോ? സ്പോണ്ടിലോസിസ് വരുമോ? കോളറിടേണ്ടി വരുമോ? നട്ടലിന്റെ പ്രശ്നം മാറത്തില്ലേ? അങ്ങനെ കുറെ മാറിയിട്ടുണ്ട്. സംഭവം എന്താ? കുണ്ടലിന് വന്ന് ഇടിച്ച് ബ്ലോക്ക് ആവുന്ന അവിടെ. അതായി നടുവേദന വരുന്നത്. എല്ലാവരും ഡോക്ടർമാരും നിങ്ങൾ വീണിട്ടുണ്ടോ? വീണിട്ടില്ലാത്ത ആരാ കുട്ടിക്കാലത്ത്? ഒരാളെ കാണിച്ച വീണിട്ടില്ലാത്ത ഒരാളെ കാണിച്ചിരുന്നു കുട്ടിക്കാലത്ത്. വീണിട്ടുണ്ട്, വീണിട്ടുള്ളതാണെന്നും അതുകൊണ്ട് വന്നാന്ന് തോന്നുന്നില്ല സാറേ. ആര് പറഞ്ഞു? നിങ്ങൾക്കാണോ വന്നിട്ട്? എനിക്ക് അറിയാമെന്ന് ചോദിക്കും. ഓ ശരി. ഞാൻ എവിടുന്ന് നടുവേദന വന്ന സമയത്ത് ഇവിടെ നിന്നുള്ള ഡോക്ടർമാരെ എല്ലാം കാണിച്ചിട്ട് എന്റെ MRI. അപ്പൊ ഇവിടുത്തെ ഡോക്ടർ ഒരിടത്ത് ഡോക്ടർ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഇതെല്ലാം കണ്ടല്ലോ, ഇതൊക്കെ ഇരുണ്ടിരിക്കുമോ, ലൈറ്റ് ഇട്ട്. നമുക്ക് ഇതെല്ലാം മനസ്സിലാവും. ഇത് ലൈറ്റ് ഇട്ട് ഇവിടെ എല്ലാം ഡിസ്ക് എല്ലാം ഇത് വളഞ്ഞും പോയിരിക്കും, തേഞ്ഞിരിക്കും, എല്ലാം പ്രശ്നമാണ്. ഞാൻ എന്നിട്ട് അമൃത മെഡിക്കൽ കോളേജിൽ പോയി, എറണാകുളത്ത്.
അവിടുത്തെ എല്ലിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വെല്ലോര എന്നുള്ള ഡോക്ടർ ഉണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലപ്പാ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറഞ്ഞു, എന്റെ ഡിസ്ക് എല്ലാം മൊത്തം നാശം ഇരിക്കും. അത് പറഞ്ഞു, അതിപ്പോ ഇത് കണ്ടില്ലേ, ഇതിപ്പോ ഈ വളവും ഈ സംഭവം എന്റെ എക്സ്ട്രാ എടുത്ത് നോക്കിയാലും കാണും. അല്ല എന്നെ MRI എടുത്ത് നോക്കിയാലും ഈ പറഞ്ഞ സാധനം എല്ലാം അതിൽ കാണുന്നു. പിന്നെന്തുവാ? അത് കുറച്ച് എന്തെങ്കിലും വേറെന്തെങ്കിലും നിങ്ങളുടെ ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ വരുന്ന സാധനമായിരിക്കും. അവർക്ക് എങ്ങനെയല്ലേ പറയാവൂ, പ്രാണന്റെ ചലന നിയമം സ്ട്രെസ്സിനകത്ത് നിന്ന് വന്ന സംഭവങ്ങളാവാനാണ് സാധ്യത. നിങ്ങൾ അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സൈക്കാട്രി മെഡിസിൻ എടുക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയാണ് പോകുന്നത്. അല്ല നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഡിസ്ക് എല്ലാം പക്കയാണ്, എല്ലെല്ലാം പക്കയാണ്. സത്യസന്ധമായിട്ട് ഒരു ഡോക്ടർ പറയുന്നുണ്ട്. അയ്യോ, എനിക്ക് വലിയ റെസ്പെക്ട് തോന്നി. ഞാൻ ഇവിടെ ഒന്ന് കുത്തിയിരുന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറെ ഭദ്രകാളിയും കഴിച്ചപ്പോ അത് മാറി. ഡെസ്കിന്റെ തേയ്മാനം, സയാറ്റിക് എന്നതിന്റെ കംപ്ലൈന്റും എല്ലാം മാറി. നട്ട് പോട്ടിട്ട് ഓപ്പറേഷൻ ചെയ്ത് നട്ട് പോട്ടിട്ട് മുറുക്കണം എന്നൊക്കെ പറഞ്ഞാൽ സംഭവം. അതുകൊണ്ടാണ് ഈ പറയുന്നത്. എന്നാൽ യഥാർത്ഥ കംപ്ലൈന്റുകളുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ അങ്ങനെ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഇനി ഇതൊന്നും ചെയ്യാത്തവർക്ക്, ഉപാസനയോ ധ്യാനോ ഒന്നും ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ, ചെയ്യാൻ പറ്റാത്തവർക്ക് മറ്റേതൊരു അനുഗ്രഹമല്ലേ, അത് വേണ്ടി വരുമായിരിക്കും. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? സത്യത്തിൽ സംഭവം ഇതാണ്. അതുകൊണ്ട് ശാംഭവോപായം കൂടിയെങ്കിലേ പ്രാണൻ നേരെവേ നടക്കത്തുള്ളൂ, ബോഡിയിലും പുറത്തും. അതിനാണ് പൂജ കഴിക്കുന്നത്. ശാക്തോപായം, ശാംഭുപായം. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് അനുപായം. എന്താണ്? ഉപായം ഒന്നും ഇല്ലാത്ത ഉപായം. അതാ കുറച്ചു മുമ്പേ ഈശ്വരൻ നമ്മളിലേക്ക് വരണേ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ കുറെ ഉത്തരം പറഞ്ഞില്ലേ? ആ ഉത്തരവും ഇല്ലാത്ത അവസ്ഥയിലുള്ള സൈലൻസില് അനുപായം. ഉപായമാണെന്ന് വെച്ചാൽ ഉപായമാണത്, എന്നാ ഉപായമല്ല. ആണോ? ചുമ്മാ ഇരിക്കില്ല, എന്നാ അത് ഉപായമല്ലേ? അതെ. എന്നാ അത് ഉപായമാണോ? അല്ല, അതാ അനുപായം. അത് ഗുരുവിന്റെ അടുത്തുനിന്ന് അപ്പൊ ആ സമയത്ത് ഡയറക്റ്റ് നമ്മളിലേക്ക് അദ്ദേഹത്തിന്റെ എനർജി പ്രവേശിക്കാൻ തുടങ്ങും. ആ ശിഷ്യൻ ഒരുങ്ങുമ്പോ അല്ലെ, ശിഷ്യൻ ചിലപ്പോൾ പ്രായം കുറവായിരിക്കും, അല്ലെങ്കിൽ വേറെ അറിവ് കുറവായിരിക്കും, സ്കൂളിൽ പോലും പോയിട്ടുണ്ടാവത്തില്ല. ഗുരുവിന് പ്രായം കുറവായിരിക്കാം, സ്കൂളിൽ പോലും പോയിട്ടുണ്ടാവില്ല, വിദ്യാഭ്യാസം കാണത്തില്ല, പക്ഷെ വിവരം ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഈ വന്നിരിക്കുന്ന ആള് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ഏജ് നല്ലവണ്ണം കൂടുതലായിരിക്കും. ഏജ് കൂടുമ്പോൾ അത്രയും നോളജും കൂടും, അറിവും കൂടും, അത്രയും അഹങ്കാരവും കൂടും. അപ്പം ഇതെല്ലാം ആയിട്ടിരിക്കുമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോ ഈ അനുപായം വർക്കാവോ? അയാൾ പോയി ആദ്യം പൂജ കഴിക്കാൻ പഠിക്കാൻ പറഞ്ഞു. പൂജ ചെയ്യണം. കഷ്ടപ്പെട്ട് പൂജയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ഇയാളുടെ ആ ഒരു അഹങ്കാരമൊക്കെ അങ്ങ് തീരും. സാറേ, ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒന്നും നടക്കുന്നില്ലല്ലോ സാറേ, ഞാൻ ഇത്രയൊക്കെ പഠിച്ച ആളല്ലേ, ഞാൻ ഇത്രയൊക്കെ പഠിച്ച് ഇതൊക്കെ ചെയ്തു, ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ, എനിക്ക് പൊട്ടൻ ഇന്നലെ വന്നപ്പോ ഞാനാണ് അവനെ കൊണ്ടുവന്നത് സാറിന്റെ അടുക്ക്, എന്നിട്ട് അവന്റെ തലയിൽ കയറി, എന്റെ തലയിൽ കയറിയിട്ടില്ല. എന്താ അത്? ഈ ഈഗോ കുഴപ്പമുണ്ട്, എവിടൊക്കെയോ ചില ഈഗോ കുഴപ്പമുണ്ട്. ഞാൻ മനസ്സിൽ പോലും ആലോചിക്കാത്ത കാര്യങ്ങൾ ചിലർ പറഞ്ഞു. കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നോ എന്നൊരു സംശയം പുള്ളിക്ക്. ഞാൻ ഈ തന്ത്രത്തിന്റെ ഇതിലൂടെ വെച്ചാ പറഞ്ഞത്. പുള്ളി അപ്പം ആരോ സൈക്കോളജി പോലൊന്നും അല്ല, ഞങ്ങളൊക്കെ പഠിച്ചിട്ട്, ഞങ്ങളൊക്കെ ഡോക്ടറായത് ഉമ്മാതാണ്. സൈക്കോളജി പോലല്ല മറ്റേ മോഡേൺ മെഡിസിന്റെ ഈ വിഭാഗം പറയുന്നത്. സൈക്കോളജി, സൈക്കാട്രി പറയുന്ന പോലല്ല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ സൈക്കോളജി പോലല്ല എന്ന് പറയുന്നതിനർത്ഥത്തിൽ നമ്മൾ പഠിച്ചതൊന്നും കാര്യമില്ല എന്നൊരു ശ്രേണി അതിനകത്തുണ്ട്. ഈ പുള്ളിയാണ് ഈ കരയുന്നത് പിന്നെ വന്നിട്ട്. നമുക്കൊന്നും അറിയത്തില്ലെന്നുള്ളൊരു ധ്വനി അതിനകത്ത്. ചില കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ പഠിച്ചിട്ടുണ്ട് സാറിനേക്കാൾ. അപ്പൊ ആ സാധനം നമ്മൾ മനസ്സിൽ പോലും ആലോചിച്ചിട്ടല്ല അങ്ങനൊന്നും പറഞ്ഞത്, സൈക്കോളജി കോട്ട് ചെയ്ത് പറഞ്ഞത്. പുള്ളിക്ക് അവിടെ എന്തോ പ്രൊഫഷന്റെ ഒരു ഈഗോ വർക്കൗട്ട് ചെയ്തു ഒരു നിമിഷത്തേക്ക്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ കരയുന്നത്. സാറ് എനിക്ക് മാത്രം ഡെവലപ്പ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു സാധനം ഉള്ളിൽ കിടന്നാൽ പറ്റുമോ? അത് പറ്റുമോ? ഇല്ല. ഒരു സാധനം ഉള്ളിൽ കിടക്കാൻ പാടില്ല, അപ്പോഴേ ഇത് വർക്കൗട്ട് ആവും. ഈ ഗുരു അറിഞ്ഞിട്ട് പോലും അല്ല അയാളിലേക്ക് കിടക്കുന്നത്. ഇപ്പൊ തന്നെ ഈ ഗുരു എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താ? ഒരു ഗുരു തത്വമാണ്, ദേവതയാണ്. ലളിതാംബ ഗുരുപാദവും പോലും ദേവി തന്നെയാണ് ഗുരു. അത് ഈ ശാംഭവത്തിനോട് ചേർന്ന ശാക്തമാണ് ഗുരു. ശിവശക്തി ഐക്യത്തിലുള്ള എനർജിയാണ് ഗുരു. ശിവബോധത്തിൽ നിൽക്കുന്ന എനർജിയാണ് ഗുരു. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ദേവി.
ലളിത ത്രിപുര സുന്ദരി എന്ന് പറയുന്നത് അല്ലേ? മറ്റ് ഒരു തോക്ക് നമ്മുടെ കയ്യിൽ പോസിറ്റീവ് ആണ് അല്ലേ? ശക്തി, ആ ശക്തി പ്രൊട്ടക്ഷൻ ആണ് നമുക്ക്. പക്ഷെ 3 വയസ്സുള്ള കൊച്ചിന്റെ കയ്യിലാലോ അവന് തന്നെ അത് ദോഷമായിട്ട് മാറും. എനർജി എല്ലാം അനുകൂലമാണെങ്കിൽ സൈലന്റ് ആയി സീറോയിൽ വന്ന് ശിവബോധത്തിൽ വന്ന് പ്രസന്റിൽ വരണം. ഈ സ്വിച്ച് നന്നാക്കാനായിട്ട് നമ്മൾ പാസ്റ്റും ഫ്യൂച്ചറും ആലോചിച്ചുകൊണ്ട് പോയി പിടിച്ചാൽ എന്താ പറ്റും? ആ എനർജി നമുക്ക് അനുകൂലമാവും പ്രതികൂലമാവും. പ്രസന്റിൽ നിന്നിട്ടാണെങ്കിൽ പറ്റും. വിളക്ക് കത്തിക്കണമെങ്കിൽ പോലും പ്രസന്റിൽ നിൽക്കണം. ശരിയാണോ? അപ്പോ പ്രാണനെ ഹാൻഡിൽ ചെയ്ത് നമുക്ക് അനുകൂലമാക്കണമെങ്കിൽ അഗ്നി ആയാലും വെള്ളമായാലും, വെള്ളം ഒഴുകി വരുക പ്രസന്റിൽ നിന്നില്ലെങ്കിലോ നമുക്കത് പ്രതികൂലമായി മുങ്ങിച്ചത്തു പോകുന്ന അങ്ങനെ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെള്ളം പൊങ്ങിയപ്പോ ചെങ്ങന്നൂരൊക്കെ ഇതുവരെ ഇവിടം വരെ വെള്ളം വന്നിട്ടില്ല, അതിന്റെ താഴെ വരെ വന്നിട്ടുള്ളൂ എന്ന് ഞാൻ ഇവിടെ ഇരുന്നു. ആൾക്കാരെ വിളിച്ചവരൊക്കെ വിളിച്ച വണ്ടിയായിട്ടും വള്ളമായിട്ടും ഒക്കെ ഈശ്വരൻ പല രൂപത്തിൽ വന്ന് വിളിച്ചു. എന്നെ ദൈവം രക്ഷിക്കും, നീ പോരാ, ദൈവമാണ് വള്ളമായിട്ടും ഒക്കെ വരുന്നത്, എന്നെ ദൈവം രക്ഷിക്കും. അവിടെ ഇരുന്ന് അവസാനം മുങ്ങി ചത്തുപോയി കുറെ പേര്. പാസ്റ്റിൽ നിന്നുകൊണ്ട് ഹാൻഡിൽ ചെയ്ത എനർജി വെള്ളത്തിന്, അഗ്നി, വെള്ളം, കാറ്റ്, പ്രാണൻ, ഇതൊക്കെ പ്രാണന്റെ പഞ്ചഭൂതങ്ങൾ പ്രാണാത്മകമായിട്ട് പ്രാണൻ റൗണ്ടിൽ സഞ്ചരിക്കുന്നുണ്ട്, അതൊക്കെ റൗണ്ടിൽ സഞ്ചരിക്കുന്നു. ഈ പ്രാണൻ എന്ത് ശരീരത്തിലെ സപ്തധാതുക്കൾക്ക് അനുകൂലമാണെങ്കിൽ പ്രാണൻ, ഉപാനൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, പഞ്ചപ്രാണൻ അനുകൂലമായെങ്കിലല്ലേ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കത്തുള്ളൂ, എനർജി ഉണ്ടാവത്തുള്ളൂ. പ്രാണൻ അനുകൂലമാണെങ്കിൽ ബോധം വേണ്ടേ? ശിവബോധം വേണ്ടേ? പ്രാണൻ ഇങ്ങനെ പോയി മൈൻഡും കണക്ട് ചെയ്ത് പ്രാണം വലിച്ചുകൊണ്ട് നമ്മളെ അങ്ങ് പോകും. മൈൻഡും കൂടെ കണക്ട് ചെയ്ത് ബാധകൾ വന്നു അസുഖങ്ങള് കണ്ടിന്യൂസ്. ഈ ഗൂഗിളിനകത്ത് കയറി ഡോക്ടർമാരിടുന്ന അസുഖത്തിന്റെ പോസ്റ്റ് എല്ലാം നോക്കുന്നവർ കുത്തിയിരുന്നു. എന്നിട്ട് അങ്ങ് പേടിയാ, ആ അസുഖമാണോ എനിക്ക്, ഈ അസുഖമാണോ, മറ്റേ അസുഖമാണോ, ഒന്ന് തുമ്മിയ ക്യാൻസർ ആണോ, അവരിടുന്നു അങ്ങനെ തുമ്മലുണ്ടോ, അത് നിങ്ങൾക്ക് ക്യാൻസർ ആകാം. ലാസ്റ്റിൽ നമ്മളിത് കാണാൻ വേണ്ടി പേടിച്ച് നോക്കി കഴിയുമ്പോൾ ലാസ്റ്റിൽ പറയും ഭാവി ചിലപ്പോ ക്യാൻസർ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞു നോക്കാൻ വേണ്ടിയാ. ഇതെല്ലാം കൂടെ കൊണ്ടുപാട്ട് പിടിച്ച് ഭയങ്കര പ്രശ്നമായിട്ട് പിന്നീട് ലഹരിയാ. നോക്കുക ടെൻഷൻ അടിക്കുക. ഇത് മാനസിക രോഗമായി മാറി, OCD ആയി മാറിയ ആളുകൾ വന്നിട്ടുണ്ട്. ഹാർട്ടിന് വേദന, പുറം വേദന, നെഞ്ചിന് വേദന, വയറിന് പ്രശ്നം, തലവേദന, ബാധ പിടിച്ചേക്കുക. എന്താ കാര്യം? ഇതെല്ലാം കൂടെ കണ്ട് ഉപബോധ മനസ്സിൽ കിടന്നിട്ട് എപ്പോഴും പ്രൊജക്ട് ചെയ്ത് ആ അസുഖം, ഈ അസുഖം, എനിക്ക് മറ്റേ അസുഖം, സ്വസ്ഥത പോയ ആളുകള് ഇവര് തന്നെയല്ലേ കൊണ്ടുവരുന്നത്, വേറെ ആരെങ്കിലും ആണ് നമുക്ക് മനസ്സിലാക്കാം. കണ്ട? അപ്പൊ ആ ബോധമില്ല, നിർത്തേണ്ടടത്ത് നിർത്താം. നമുക്കൊരു അസുഖം വരുമ്പോ വേണം കയറി നോക്കണം. അതിൽ ഏറ്റവും നല്ല ബുദ്ധിയുള്ള, വിവരമുള്ള, സത്യസന്ധമായി പറയുന്ന ഡോക്ടറുടെ ഒരു വീഡിയോ ഒരെണ്ണം അത്രയ്ക്ക് അത്യാവശ്യമുള്ളപ്പോൾ കണ്ടോണം. അല്ലാതെ ഇത് കണ്ടാൽ ഭയങ്കര ഇതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ വലിച്ചുകൊണ്ട് അങ്ങ് പോകും. പിന്നെ ഒരു ലഹരിയാ, നെഗറ്റീവായി കള്ള് കുടിക്കുന്ന കൂട്ട് തന്നെ ഡോപാമൈൻ സിമുലേഷൻ വരും. പിന്നെ കുടിക്കുന്നവർക്ക് അറിയാം ചത്തുപോകുന്നൊക്കെ, അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് തകർന്നു പോവാ. അതുപോലെ നമ്മള് കൂട്ടുകെട്ടിലും അതിലും ഇതിലും ഒക്കെ പോകുന്നത് ശിവബോധം അറിയാത്തതുകൊണ്ട് ശിവബോധത്തിൽ നിന്ന് ശക്തിയെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന മെഡിറ്റേഷൻസിന്റെ ഇമ്പോർട്ടൻസ് അത്രയുണ്ട്. പക്ഷെ ഇന്ന് ഇത് വളരെ കഷ്ടം തോന്നുന്ന അവസ്ഥയാണ്. ഈ പറയുന്ന പൂജ പഠിപ്പിക്കുന്നിടത്തെങ്ങും മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരിടത്തും പൂജ പഠിപ്പിക്കും, മെഡിറ്റേഷൻ അതിന്റെ കൂടെ പഠിപ്പിക്കത്തില്ല. മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നവർ പൂജയും പഠിപ്പിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ശാംഭവോപായം വേണം. ധ്യാനം പണ്ടേ ഉള്ളതല്ലേ, ശിവധ്യാനം. ധ്യാനിച്ചിരിക്കുന്ന ശിവന്റെ രൂപമല്ലേ മോഹൻജാരോ ഹാരപ്പ സംസ്കാരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ധ്യാനയോഗി, മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതിനാണ് ശാംഭവോപായം ശരിക്ക് വർക്കൗട്ട് ചെയ്യിക്കണം. അതിന്റെ മേളിലാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. സതതം ശിവത സമാവേശ, പരശുരാമ കൽപ്പസൂത്രം പറയുന്നതാണ്. ശിവബോധത്തിലേക്ക് സമാവേശം ചെയ്തുകൊണ്ട് വേണം ശക്തി ആരാധിക്കാൻ. ശിവം ഭൂത്വ ശിവം യജേൽ, ശിവനായിക്കൊണ്ട് ശിവന് പൂജ കഴിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം അതാ. ശിവബോധത്തിൽ നിന്നുകൊണ്ട് ശക്തിയെ ആരാധിക്കണം. അപ്പൊ ആ ശക്തി നെഗറ്റീവ് ആവില്ല. അപ്പോഴാണ് അത് ത്രിപുരസുന്ദരിയാവുന്നത്. ഇല്ലേ വല്ല വേറെ ഏതെങ്കിലും ബാധയായിട്ട് മാറും ആ എനർജി. ബോധമില്ലാതെ ജപിക്കുമ്പോൾ നമ്മൾ ജപിക്കുന്നത് വല്ല നെഗറ്റീവ് എനർജിക്ക് പ്രയോജനമൊക്കെ കിട്ടിയ അവര് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അമ്പലത്തിൽ പോയി കരഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവർക്ക് ഈ എനർജി തിരിച്ചടിക്കുന്നതാണ്. കരഞ്ഞുകൊണ്ട് വിളിക്കും, ദേവി എന്താ കാണാത്തത്? ദേവിയുടെ കുറ്റമാണ്. അപ്പൊ ഈ കരഞ്ഞ് നെഗറ്റീവ് അഡ്രിനാലിൻ കോർട്ടിസോൾ വരുമ്പോ നെഗറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടാവുന്ന ബാധയ്ക്ക് പോകും. ജപിക്കുന്ന എനർജി എല്ലാം പാലാഴി മദനമാണ് അല്ലേ? പാലാഴി മദനം കൂടെ മനസ്സിലാക്കിയാൽ നമുക്ക് പൂജയിലേക്ക് കടക്കാം. എന്താ പാലാഴി മദനം? സിമ്പിൾ ആണ്.
മന്ദര പർവ്വതത്തെ കടകോലാക്കിയിട്ട് ആമയുടെ മുകളിൽ, കൂർമ്മത്തിന്റെ മുകളിലല്ലേ പാലാഴി മഥനം നടക്കുന്നത്? ആണോ? ഈ പാലാഴി മഥനം ആംനായ മഥനം എന്നാണ് ശ്രീവിദ്യയിൽ പറയുന്ന ജപത്തിന്. വലിയ ആംനായ മഥന പദ്ധതി ഉണ്ട്. രാജരാജേശ്വരി കൽപ്പം എന്ന് പറഞ്ഞൊരു വലിയ പുസ്തകം ഇരിപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോട്ടോഷാറ്റ്. ഇന്ദ്രിയങ്ങൾ അകത്തേക്ക് വലിച്ചിട്ട് ജപിക്കുന്നതാണ്. ആമയുടെ കാല് വലിക്കുന്ന കൂട്ടാണെന്നാ പറയുന്നത് അല്ലേ? അതാണ് ആമ സങ്കല്പം. പലകയില്ലേ, ആവണി പലക, ആമയുടെ രൂപം അതിനകത്താണ്. അങ്ങനെ വേണം ജപിക്കാൻ, ഓർക്കാനാണ്. എന്നിട്ട് ഈ നട്ടലിനകത്തിൽ കൂടെ സഹസ്രാരത്തിലേക്ക് വരുന്ന കുണ്ടലിനി ഊർജം ഉണ്ടാവും. ഈ ഊർജം ആദ്യം എങ്ങോട്ടാ പോണത്? അസുരന്മാര് പിടിച്ച സൈഡിലേക്കാണ്. അസുരന്മാരെന്ന് പറഞ്ഞാൽ ആരാ? പ്രേതബാധ, ശത്രുക്കളുടെ ബാധ, ആഭിചാര ദോഷങ്ങള്, കൈവശ ദോഷങ്ങൾ, ഇതൊക്കെ എന്താണ്? അസുരന്മാരെന്ന് പറയുന്നതാണ്. പണ്ട് മനസ്സിലാവുന്നുണ്ടോ? ദേവന്മാർ നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന യോഗീശ്വരൻ അല്ലെ, നല്ല ദേവതകളെല്ലാം ദേവന്മാരാണ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ ജപിക്കുന്ന എനർജി ആദ്യം കുണ്ടലിനിയാണ്. വാസുകി സർപ്പം, കുണ്ടലി സർപ്പം അല്ലേ? എന്നിട്ട് കടയുന്നു. അപ്പൊ ഈ എനർജി നേരെ വന്ന് ആദ്യം കാളകൂട വിഷമായിട്ടാണ് വായിന്ന് വെള്ളിലോട്ട് വരുന്നത്. അസുരന്മാരുടെ സൈഡിലോട്ടാണ് വരുന്നത്. ഈ ബാധ പിടിച്ചിട്ട് വന്ന ദുരിതങ്ങളെയാണ് കാളകൂട വിഷം എന്ന് പറയുന്നത്. അല്ല എന്തുവാ? അപ്പൊ ഈ എനർജി തിരിയുന്നോണ്ടാണ് മനസ്സിലാക്കി ഈ എനർജിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് എന്താ എനിക്കിങ്ങനെ വരുന്നത്? അപ്പൊ ധ്യാനിക്കും, അഹത്തിനെ ഒഴിവാക്കി ദേവിയെ സമീപിച്ച് ദേവിയെ പ്രാർത്ഥിക്കും. പൂർണ്ണ സമർപ്പണത്തോടെ ഞാൻ എന്നുള്ളതിനെ മാറ്റിവെച്ച് ദേവിയെ ഉള്ളിലേക്ക് കയറുന്നത് വരെ, ചിലപ്പോ 5 വർഷം, ചിലപ്പോ 1 വർഷം, ചിലപ്പോ 1 മാസം, ചിലപ്പോ നാളെ, എപ്പോഴാണോ പൂർണ്ണമായ പൂജ്യം ഉള്ളിൽ ഉണ്ടാകുന്നത്, 0, ഞാൻ എന്നുള്ളതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത്, അപ്പൊ ദേവി കയറി വരും. ശിവബോധം ഉണരും. അതിന്റെ ഫലമായിട്ട് ദേവി വരും. ശിവബോധം ഉണരും ഞാൻ ഇല്ലാതാവുമ്പോ. അപ്പൊ ദേവി അവിടേക്ക് കയറി വന്ന് ഈ പാലാഴി മഥനം വീണ്ടും തുടരും. കാരണം ഇത് നിർത്തി. ബൈപ്പോളാറിന് ഗുളിക കഴിക്കുന്നുണ്ട്. വീണ്ടും ജപിക്കണോ? ജപിച്ചാ പ്രശ്നം, ജപിച്ചില്ല പ്രശ്നം, ജപിച്ചാ എനർജി കൂടും, ജപിച്ചില്ലെങ്കിൽ പ്രശ്നം. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ദേവിയെ ഉപാസിച്ച് കഴിയുമ്പോ ശിവബോധം ഉണർന്നു കഴിയുമ്പോ ദേവി ഓടി വന്ന് കഴുത്തെ പിടിക്കും. അപ്പൊ കാളകൂട വശം ഇവിടെ സ്റ്റക്കാവും. അങ്ങനെയാണ് നീലകണ്ഠൻ എന്ന് ശിവന് പേര് വന്നു അല്ലേ? ശരിയാണോ? അപ്പൊ ആ മഥനം വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ചെയ്ത് വരുമ്പോ അടിപൊളിയാവും കാര്യങ്ങള്. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി, യവാളത അക്കരയിലു. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. എന്താണ് എനർജി ഇപ്പൊ അടിപൊളിയായി. ഇപ്പൊ ദേവി നമുക്ക് സിദ്ധിയായി. ദേവി സിദ്ധിയാകുമ്പോ എന്താ നമ്മൾ പറയുന്നത് നടക്കുന്നു. നീ നന്നാവുന്നത് നന്നാവും, നീ നശിച്ചു പോകും. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പം ആഗ്രഹിക്കുന്ന പൈസ കിട്ടുന്നു, അംഗീകാരം കിട്ടുന്നു, ആളുകളൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നു അല്ലേ? അതുവരെ ആരും തിരിഞ്ഞു നോക്കാറുണ്ട്. പക്ഷേ പെണ്ണുങ്ങളെല്ലാം ഇങ്ങോട്ട് വന്ന് ഐ ലവ് യു പറയുന്നു. ഭയങ്കര പ്രശ്നം. ഓ, നിൽക്കാൻ വയ്യ. ദേവിയുടെ ചൈതന്യമാണെന്നുള്ള ഈ കക്ഷിക്ക് മനസ്സിലാവുന്നില്ല. ദേവിയുടെ ചൈതന്യമാണ് മനസ്സിലായില്ല. പോയി അവിടാണ് ശ്രീവിദ്യോപാസകരൊക്കെ ഒരുപാട് പെട്ടുപോയിട്ടുള്ളത്. ഇതങ്ങോട്ട് കയറി വരുമ്പോ നമ്മളോടുള്ള ഇഷ്ടമാണെന്നൊക്കെ തെറ്റിദ്ധരിക്കും. ഒരു ദിവസം ആനയെ കിട്ടാതെ വന്നപ്പോ ഒരു കഴുതെ വെച്ചിട്ട് തടമ്പ് തലയെ വെച്ചിട്ട് ഈ ഭഗവാന്റെ തലമ്പ് വെച്ച് എഴുന്നള്ളിക്കാൻ തീരുമാനിച്ചു. ശ്രീകാര്യക്കാരനെ നാട്ടുകാർ ഭയങ്കര പ്രശ്നമാണ്. ശ്രീകാര്യക്കാരെ ഏറ്റവും കഷ്ടപ്പാടാണ്. നല്ല ജോലിയൊക്കെ, പക്ഷെ ഏറ്റവും കഷ്ടപ്പാടുള്ള ജോലി. എന്താ കാര്യം? ആനയെ കിട്ടിയില്ലെങ്കിൽ നീ കുഞ്ഞു നിൽക്കടാ, കമ്മിറ്റിക്കാർ എന്ന് പറയും. നീ കുഞ്ഞു നിൽക്കടാ ആനയായിട്ട്, നിന്റെ പേരെ എഴുന്നള്ളിക്കും. ആനയെ കൊണ്ടുവന്നോണം. അപ്പം ഉത്സവത്തിന് ഇവിടെ ആന ഇല്ലാതെ ഇതുവരെ, ഞങ്ങളുടെ ദൈവത്തിന് ഉത്സവത്തിന് ഇതുവരെ ആന ഇല്ലാതെ എഴുന്നള്ളിച്ചിട്ടില്ല. ഇയാൾ വന്നപ്പോ കഴിഞ്ഞ ശ്രീകാര്യക്കാരൻ കുഴപ്പമില്ലാന്നല്ല, അയാൾ എവിടുന്നെങ്കിലും കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ എന്ത് ചെയ്തു? ഒരു കഴുതെ വെച്ച് തിടമ്പ് വെച്ചിട്ട് എഴുന്നള്ളിക്കാൻ തുടങ്ങി. കഴുത നോക്കിയപ്പോ എനിക്ക് വട്ടായതാണോ നാട്ടുകാർക്ക്. ഇന്നലെ വരെ പോകുന്ന വഴിക്ക് ഒരു ചവിട്ടൊക്കെ കൊടുത്തുകൂടെ പൊക്കോണ്ടിരുന്ന കമന്ന് കിടക്കും. കഴുതയ്ക്ക് ഭയങ്കരമായ സന്തോഷം. ഭയങ്കര കൂടി, കോൺഫിഡൻസ് കൂടി. ഈ ആത്മവിശ്വാസം അല്ലേ കോൺഫിഡൻസ്? ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിൽ ചെറിയൊരു വ്യത്യാസവും. ഈ ആത്മവിശ്വാസം ഇത്തിരി പോലും കൂടിക്കഴിഞ്ഞാൽ അഹങ്കാരമായിട്ടുള്ള ഇല്ലേ? അതുകൊണ്ടാണ് ആത്മവിശ്വാസം ഉള്ളവരെ അഹങ്കാരികൾ എന്ന് പലരും വിളിക്കുന്നത്. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ആത്മവിശ്വാസം അഹങ്കാരമായിട്ടാണ്. ഇവിടുത്തെ ഈ നാട്ടിലെ ഏറ്റവും വലിയ അഹങ്കാരം ഞാനാ. നമുക്ക് കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ്. അത് ദേവിയുള്ളതിന്റെ ഒരു കോൺഫിഡൻസ് ആണ്. അത് അഹങ്കാരമായിട്ട് തോന്നും പുറത്തുനിന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കഴുതയ്ക്ക് തോന്നിയത് ഈ സാധനം തലയെ വെച്ചേക്കുന്നത്, ഇത് ശല്യം കുറെ നേരമായല്ലോ, ഞാൻ ചെറിയ ആളെന്ന്, ഞാൻ വലിയ പുള്ളിയാ, ഈ സാമാനം എന്തിനാ തലയെ വെച്ചേക്കുന്നത്, അത് കുടഞ്ഞ് അതങ്ങ് കളഞ്ഞു.
പാട്ടുകളെല്ലാം കൂടെ ഒഴിച്ചടിക്കാൻ തുടങ്ങി. ആട്ടി കിട്ടി കഴുത അവിടെ കിടന്ന് ചത്ത്. ഇതാണ് പിന്നെ വരുന്ന ഘട്ടം. എന്താണ്? എന്നെ നോക്കാനായോ? അവൻ ഓവർടേക്ക് ചെയ്തപ്പോ എന്നെ നോക്കി. എന്തോ അതിന്റെ കാര്യം? നീ നശിച്ചു പോകൂടാ. വണ്ടി ഇടിച്ച് അവൻ ചത്തുപോയി. നമ്മുടെ എനർജി മൊത്തം അങ്ങ് പോയി ഈ ശാപത്തിലൂടെ. അപ്പൊ നമ്മൾ വീക്കായി, അടുത്തുള്ള ബാധ കയറി തീർന്നു. പോലീസുകാർ റിട്ടയർ ആകുമ്പോൾ ഇരിക്കാൻ നിൽക്കുന്നോട്ട് നിൽക്കുക, ബാധയില്ല. കുറെ നാളായിട്ട് ഇവൻ ദേവിയെ വിളിച്ചോണ്ടിരിക്കുക, കയറാൻ പറ്റുന്നില്ല. ആഭിചാരബാധ, ശത്രുബാധ. കീർത്തി ശത്രുക്കളോടൊത്ത് കടന്നു പല ദിക്കുകൾ എന്ന് പറയും. എന്താ കീർത്തി? ശത്രുക്കളോടൊത്ത് കടന്നു പല ദിക്കുകൾ. പല ദിക്കുകളിലേക്ക് പ്രശസ്തി വ്യാപിച്ചു. ആരുടെ കൂട്ടത്തില്? ശത്രുക്കളുടെ കൂട്ടത്തിൽ. അതായത് കീർത്തി വളരുന്നതനുസരിച്ച് ശത്രുക്കളും കൂടും. അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ എടുത്ത് ഇടല്ലെന്ന് പറയുന്നത്. കാറ് വാങ്ങിച്ചു, പിറ്റേന്ന് ഒരാഴ്ച പനി പിടിച്ചു കിടക്കും. കൊച്ചിനെങ്കിലും ഒരാഴ്ച വയ്യാതാവും. ഇട്ടുപോയിക്കും. ഞാൻ പറഞ്ഞ കള്ളമല്ല, നമ്മളിത് കോറിലേറ്റ് ചെയ്യാതുകൊണ്ട് അറിയുന്നില്ല. കാറ് വാങ്ങിച്ചു, വീട് വെച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു, നല്ലൊരു വാച്ച് വാങ്ങിച്ചു, ഞാൻ അൾട്രാ S24 വാങ്ങിച്ചു, തീർന്നു. ഒരാഴ്ച വയറിളക്കം പിടിച്ചു കിടക്കും. അപ്പം കീർത്തി, അപ്പൊ നമ്മള് ഇത്തരത്തില് പറഞ്ഞു വന്നത് അഹങ്കാരം, അല്ലെ? സ്ത്രീകളൊക്കെ വന്ന് I love you പറയുമ്പോ ഇത് ദേവിയോടുള്ള ഇഷ്ടമാണെന്ന് അറിയുമോ പാവപ്പെട്ടവർ? ഇന്നലെ വരെ ആർക്കും വേണ്ടായിരുന്നു, ഇന്നു മുതല് സത്യമാണ്. അപ്പൊ എന്തു പറയും? ഇത് നമ്മള് തിരിച്ചറിഞ്ഞ് ഇല്ലെങ്കിൽ വലിയ അപകടമാണ്, വിഷമായിട്ട് മാറും. അത് ഭയങ്കര അപകടമാണിത്. ഈ കഴുതയുടെ കഥ എപ്പോഴും ഓർത്തോളം. അപ്പൊ അങ്ങനെ ഉപാസന ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് വരുമ്പോ അഹങ്കാരം പറയും, എന്നെ ഓവർടേക്ക് ചെയ്യുന്നു, ശപിച്ചു, എനർജി പോയി. അവനിട്ട് 2 ആഭിചാരം കൊടുക്കണം, ഇവനിട്ട് 2 കൊടുക്കണം. ദേവിയിൽ നോക്കി നിൽക്കുവാണോ? ഇവന് എന്നെ കളിയാക്കിയിട്ട് കാണുന്നില്ലേ? 2 പൊട്ടീര് കൊടുത്താണ്ടാ പോയി 2 പൊട്ടീര്. കുറച്ച് കഴിയുമ്പോ ദേവി പറയണത്, മടുത്തടേ, നീ ഒരു മര്യാദ വേണ്ട എന്നിട്ട് പണിയെടുപ്പിക്കുന്നത്? ഒരു മര്യാദയൊക്കെ വേണ്ട എന്നിട്ട് കഷ്ടപ്പെടുത്തുന്നത്? ഒരു ധർമ്മം വേണ്ടേ? ഒരു സത്യം വേണ്ടേ? ഞാൻ പറയുന്നത് കേട്ടാ മതി, ഞാൻ വിളിക്കുന്നില്ലേ? ദേവതകൾ ശരിക്കും ഈ ഉപാസകരുടെ അടിമകളാവുന്ന അവസ്ഥയുണ്ട്. അത്ര സ്നേഹമാണ് ദേവതയോട്. ദേവതയ്ക്കൊന്നും പറ്റുന്നില്ല. കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മർദ്ദിച്ചിട്ട് ഇറക്കാനും വയ്യ. ആദ്യമൊക്കെ കുറച്ചൊക്കെ നിന്നു കൊടുക്കും, ഒരുമാതിരി കുഴപ്പമില്ലാത്ത പ്രശ്നത്തിനൊക്കെ നിന്നു കൊടുക്കും. ഒരു ഘട്ടം കഴിയുമ്പോ ധർമ്മദേവതകൾ വിട്ടുപോകും. നമ്മൾ ഇത് അറിയത്തില്ല. പിന്നത്തെ ഘട്ടം അതാണ്. ധർമ്മദേവതകൾ എന്ന് പറഞ്ഞാൽ ചോറ്റാനിക്കരമ്മയുടെ കൂട്ടുള്ള ഭദ്രകാളി, ശിവൻ, വിഷ്ണു, ഗണപതി, സുബ്രഹ്മണ്യൻ, ഇതൊക്കെ ധർമ്മദേവതകളാണ്. ധർമ്മം ഉള്ളിടത്ത് മാത്രമേ വരത്തുള്ളൂ. എന്നിട്ട് വല്ല പ്രേതം അവിടെ കയറിയിരിക്കും. ഇത് നമ്മൾ അറിയോ? നമ്മളിങ്ങനെ നമ്മുടെ ആ അഹങ്കാരം വെച്ച് ഇങ്ങനെ ആഭിചാരം ചെയ്തു പോകുമ്പോ അവസാനം തിരിച്ചടി കിട്ടും. തിരിച്ചടി കിട്ടുമ്പോ അവിടെങ്ങും ദേവിയില്ല, ഒന്നുമില്ല. ദേവിയുടെ കണക്ഷനും പോയി, ഒരു ബന്ധമില്ലാതായി, മൊത്തത്തിൽ വഴിതെറ്റി വെള്ളമടിച്ച് അവിടെ കിടക്കും, നശിച്ചു പോവും, അന്നാരം ഇറങ്ങി പോകുന്ന അവസ്ഥ വരെ. അതാണ് അമൃത് പൊങ്ങി വന്നപ്പോ അസുരന്മാരെടുത്തോണ്ട് ഓടി എന്ന് പറയുന്നത്. മനസ്സിലായോ? ദേവന്മാരുടെ കയ്യിൽ നിന്ന് പോയി ചെയ്തൊക്കെ വെറുതെ അവസാനം കിടന്ന് ഓടി അവസാനം ഒരുപാട് ജരാനരകൾ ബാധിക്കുന്നു. അമൃതില്ലാതെ വന്നപ്പോ ഒരുപാട് പ്രശ്നം. അങ്ങനെ വന്നപ്പോ വീണ്ടും എല്ലാ അഹങ്കാരവും മാറ്റിവെച്ച് ധർമ്മത്തിൽ നിന്ന് ഞാൻ മാറത്തില്ലെന്ന് പറഞ്ഞ് ധർമ്മത്തെ സ്നേഹിക്കാൻ പഠിച്ച, 1 രൂപ കിട്ടിയില്ലേലും, ഒരു അംഗീകാരം കിട്ടിയില്ലേലും, എല്ലാരും നിന്ദിച്ചാലും, എല്ലാരും കുറ്റപ്പെടുത്തിയാലും, എല്ലാം നഷ്ടപ്പെട്ടാലും ധർമ്മം അതിനെ മുറുക്ക പിടിച്ചുകൊണ്ട് തിരിച്ചെടുക്കണം. കയ്യിൽ നഷ്ടപ്പെട്ടാലും ദേവിയിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ വിഷ്ണു ദേവിയുടെ രൂപത്തിൽ വന്ന, മോഹിനി രൂപത്തിൽ വന്ന അമൃതം അസുരന്മാരുടെ ടെക്നിക്ക് പ്രയോഗിച്ച് തിരിച്ചെടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ ആ ഗരുഡൻ കൊണ്ടുവന്ന ഗരുഡൻ വഴി മഹാവിഷ്ണു എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഗരുഡന്റെ കൈ കൊടുത്തു വിട്ടു. ഗരുഡൻ 3 നാളിടത്ത് വിശ്രമിച്ചു. അവിടൊക്കെയാണ് കുംഭമേള നടക്കുന്നതെന്നാണ് പറയുന്നത്, അല്ലേ ഗായത്രി മാഡം? അങ്ങനല്ലേ കേട്ടിട്ടുള്ളത്? അപ്പോ ഗായത്രി മാഡമാണ് സ്വാമിയെ ഇവിടേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. നന്ദി അറിയിക്കുന്നു. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലെ അമൃതം കൊണ്ടുപോയി. എന്താ അമൃതം? കുംഭമേള നടക്കുമ്പോൾ അവിടെ ചെന്നപ്പോ അവിടെ ഒരു സ്വാമി കുളിച്ചിട്ട് വന്ന് എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് സമാധിയായി, ചിരിച്ച മുഖത്തോടു കൂടി. അദ്ദേഹത്തിന്റെ ഗുരു അങ്ങനെയാ സമാധിയായത്. അദ്ദേഹം ആ അമൃതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, സഹസ്രാരത്തിൽ നിന്ന് വന്ന യോഗാമൃതം. അതിനാണ് നമ്മൾ പൂജ കഴിക്കാൻ പഠിക്കുന്നത്.
പൂജ ചെയ്യുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും പ്രാണനും തന്മാത്രകളുമായിട്ടൊരു ഐക്യം ഉണ്ടാവും. അപ്പൊ പ്രാണൻ കൃത്യമായിട്ട് സഞ്ചരിക്കാൻ, അപ്പൊ ഗ്രൗണ്ടിങ് പ്രോപ്പർ ആവും, കുണ്ടലിനി സ്റ്റേബിൾ ആവാൻ തുടങ്ങും. അതിനാണ് പൂജ കഴിക്കുന്നത്. ഈ ശാംഭവ ഉപായം അവിടെ വർക്കൗട്ട് ആക്കണം, മെഡിറ്റേഷനും കൂടെ അങ്ങനെ ഇരുന്ന് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കുണ്ടലിനി അതിന്റെ കറക്റ്റ് റൂട്ടിൽ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് പൂജ കഴിക്കാൻ വേണ്ടി, അല്ലാതെ ഒന്നിനുമല്ല. കാശുണ്ടാക്കാനോ ഒന്നുമല്ല സത്യത്തിൽ പൂജ കഴിക്കുന്നത്, ഇതിനാണ്. കാരണം യോഗ ചിത്തവൃത്തി നിരോധനം എന്ന് പറയും. ചിത്തവൃത്തി നിരോധനം വന്നാലേ മനസ്സ് ശാന്തമാക്കും. മനസ്സ് ശാന്തമായാലേ കുണ്ടലിനി സുഷുമ്നെ കൂടെ വരത്തുള്ളൂ. മനസ്സ് ശാന്തമാണെങ്കിൽ പ്രസന്റിൽ നിൽക്കണം. പ്രസന്റിൽ നിൽക്കാൻ എന്തുണ്ട് മാർഗം? ചിന്തിക്കല്ലോ, ചിന്തിച്ച് ഇരട്ടി ചിന്ത വരൂലേ? ഭയക്കരുത് കേട്ടോ. ഒരു കാര്യം പറയാൻ പോകും. അയ്യോ എന്തോ ഒരു ഭയം, ഒന്നും തോന്നല്ല. മുഖത്ത് നോക്കി ഒരു കാര്യം പറയാം, ഒന്നും തോന്നരുത്. അല്ലേ? വിഷമിക്കരുത്, ഒരു കാര്യം അറിയിക്കാനുണ്ട്. മനസ്സ് ഓപ്പോസിറ്റേ പ്രവർത്തിക്കത്തുള്ളൂ, ശരിയല്ലേ? അപ്പൊ മനസ്സ് സ്റ്റോപ്പ് ആവണം എന്ന് ചിന്തിച്ചാൽ ഇരട്ടി ചിന്ത വരും. അപ്പം അതുവരെ ഇല്ലാത്ത ചിന്തയെല്ലാം വരും, അല്ലേ? മനസ്സിനെ ഓപ്പോസിറ്റ് ആക്കി തിരിച്ചു പിടിക്കുന്ന രീതിയാണ് തന്ത്രത്തില്. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് അമ്പലത്തിൽ ചെല്ലുമ്പോ വിഗ്രഹം കാണുമ്പോൾ തെറി പറയാൻ തോന്നും. അങ്ങനെ പലർക്കും വന്നിട്ടില്ലേ? ചില ആളുകൾക്ക് അങ്ങനെ വരും, ബാധയുള്ളവർക്കാണ്. ഈ ബാധയാണ് ഉള്ളിൽ ഇരുന്ന് തെറി വിളിക്കുന്നത്. ദേവി ഇങ്ങനെ നോക്കുമ്പോൾ കഴിവടാ മോളെ. ഓ, അമ്പലത്തിൽ പോകാൻ വയ്യാത്തവരുണ്ട്, സത്യം. ഇത് ഞാൻ അങ്ങനെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ 1000 പേര് പറയും എനിക്ക് എങ്ങനെയുണ്ട്, എനിക്ക് അതാ ബാധയാണ് തെറി വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കണക്ഷൻ കിട്ടാതിരിക്കാനാണ്. അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് കൊടുക്കൽ ഒരു ഭരണിപ്പാട്ട് പാടിയാൽ മതി. അവിടെ പോയി ദേവിയെ നോക്കി ഈ തെറിയെല്ലാം അങ്ങ് വിളിക്കും. അത് ഇവിടെ മോളയും തുടങ്ങി വൃത്തികെട്ട പാട്ടുകളാ. നാട്ടുകാർ പറയുന്ന ഭാഷയിൽ വൃത്തികെട്ട രീതിയിലാണ് ദേവിയെ തെറി വിളിക്കുന്നത്. വളരെ താഴ്ന്ന ഏറ്റവും മോശമായ രീതിയിലാണ് വിളിക്കുന്നത്. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ നിന്ന് അത് മുഴുവൻ കേട്ട് നമ്മളും ഇങ്ങനെ വിളിച്ചാൽ അതോടുകൂടി നെഗറ്റീവും പോസിറ്റീവും ഇല്ലാത്ത അതിനെ അതിവർത്തിച്ച മനസ്സിന്റെ ബോധതലത്തിലേക്ക് നമ്മൾ ഉയരും. നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് ഇല്ല. ഇത് പോസിറ്റീവാന്ന് പറഞ്ഞല്ലേ അവിടെ നിൽക്കുന്നത്. നമ്മുടെ ഉള്ളിൽ കുറെ നെഗറ്റീവ് ഇല്ലേ? ഇതൊക്കെ നെഗറ്റീവ്, ഇതൊക്കെ പോസിറ്റീവ് എന്ന് പറയുന്നത് ആരാ? മനസ്സാണ്. അത് മനസ്സിലാക്കുന്ന ഒരു പൂച്ച എങ്ങനെ ജീവിക്കുന്നു നോക്കിയാൽ മതി. പൂച്ച ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നോക്കിയിട്ടാണോ ചെയ്യുന്നത് ഓരോന്നും? ആണോ? പൂച്ചക്കുള്ളിൽ ഞാനില്ലല്ലോ. ഞാനിങ്ങനെ അവിടെ പോയി, ഞാനിങ്ങനെ അവരോട് സംസാരിച്ചു, ഞാൻ പൂച്ച അവിടെ പോയി ഇര പിടിച്ചു, ഇങ്ങനെയൊക്കെ പൂച്ച പറയും, നമ്മൾ പറയും. അപ്പൊ അതുപോലെ ഞാൻ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പൊ വേഗം ദേവത നമ്മളിലേക്ക് പ്രവേശിക്കും. അതാണ് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിന്റെ. അല്ലാതെ പലരും പറയും ഇത് സംസ്കാരം ഇല്ലാത്ത നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. എന്ത് വലിയ തെറ്റാണെന്നറിയോ? ഇങ്ങനെ എന്തെല്ലാം നിർത്തിയിരിക്കുന്നു. എനിവേ, സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്, ആ ബാധ അങ്ങ് പോകും. അതോടുകൂടി എക്സ്പ്രസ് ചെയ്ത എല്ലാ ബാധയും പോകും. എക്സ്പ്രസ് ചെയ്യാത്തോണ്ട് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ അങ്ങനെ ശാംഭവ ഉപായം കൂടെ കൃത്യമായി ഇതില് ഇന്റർലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അനുപായത്തിൽ തന്നെ എത്തുകയും സമാധിയെ പ്രാപിക്കുകയും ചെയ്യും. അതിനാണ് നമ്മൾ പൂജാതി കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്, ചെയ്യുന്നതും. അങ്ങനെ ചെയ്ത് ഇവിടെയുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യം എന്നാൽ എൻ്റെ ആചാര്യ പരമ്പര ഏറ്റവും കൂടുതലും ബോധത്തിന് എനിക്ക് പ്രാധാന്യം പറഞ്ഞു തന്ന എൻ്റെ അച്ഛനാണ് എൻ്റെ ഗുരു, അമ്മയാണ് ഗുരു. ഇവരൊക്കെയാണ് എൻ്റെ ഗുരു. അക്ഷരം തന്നത് അമ്മയാണ്, ആചാരം തന്നത് അച്ഛനാണ്. അപ്പോ ആ അച്ഛന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ പരമ്പര നമുക്ക് തന്നെ ഒരു ഭാഗ്യം. നമ്മളെ സയന്റിഫിക് ആയിട്ട്, അല്ലെങ്കിൽ ശങ്കരാചാര്യ പരമ്പരയുടെ ഏറ്റവും വലിയ ഗുണം, ഇറ്റ് ഇസ് എ സയന്റിഫിക് സിസ്റ്റം. നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം. അല്ലാതെ ഒരു ഗുരു പറയുന്ന അന്ധമായി കേൾക്കുന്ന സിസ്റ്റം അല്ല. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, പഠിക്കാം, നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം, മുന്നോട്ട് പോകാനുള്ള ഹെൽപ്പാണ് നമ്മൾ തരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഡെവലപ്പ് ചെയ്ത് സമാധി എത്തും. നമ്മുടെ മരണശേഷവും അടുത്ത തലമുറയ്ക്ക് ഇതെല്ലാം കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നതും. ഇതൊക്കെ മൂടി വെച്ച് നഷ്ടപ്പെട്ടു പോകരുതെന്നും റിസർച്ച് സെന്റർ ആയിട്ട് ഇന്ന് തപോവൻ ഹോളിസ്റ്റിക് വെൽനസ് റിസർച്ച് ഫൗണ്ടേഷൻ ഒരു വലിയ ഫൗണ്ടേഷനാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട സാരഥികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പ്രശാന്ത് ആയാലും, അല്ലെങ്കിൽ മഞ്ജീശ്വരായാലും, അല്ല ശ്രീവിഷ്ണു ആയാലും, അങ്ങനെ കുറെ പേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലൊരു, പിന്നെ നിങ്ങൾക്കും ഭാവിയിൽ ഇതിന്റെ മെയിൻ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവർക്കും കയറി വരാവുന്നതാണ്. ഒരുപാട് പേരുണ്ട്, ഗായത്രിമാട് ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇതിലേക്ക് വന്ന് പ്രവർത്തിക്കാവുന്നതാണ്. അടുത്ത ജനറേഷന് വേണ്ടി, റിസർച്ചിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ആളുകളെയും ഇതിന്റെ പ്രവർത്തനങ്ങളിലേക്ക്, തുടർന്നുള്ള പ്രവർത്തനങ്ങളിലേക്കും, കാരണം ദേവിയെ കുറിച്ച് ഓർക്കാൻ എന്തുണ്ട് മാർഗം?
എപ്പോഴും ദൈവത്തെ കുറിച്ച് ഓർക്കണം. എന്താണ് അയ്യപ്പനെ കുറിച്ച് എപ്പോഴും ഓർക്കാൻ എന്തുണ്ട് മാർഗം? അയ്യപ്പന് 41 ദിവസം വ്രതം എടുത്ത് പോയാൽ 41 ദിവസം നമ്മുടെ മനസ്സിൽ ഈ അയ്യപ്പൻ ഇടക്കിടക്ക് ഉണ്ടാവൂലേ? ഹലോ, ഉണ്ടാവൂലേ? അതുപോലെ എല്ലാ 24 അവേഴ്സും 365 ദിവസവും നമുക്ക് ഈ ദേവിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ ഇടവരും. യജ്ഞപൂർവ്വമുള്ള ദേവിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളിൽ വ്യാപൃതരാകും. അതിനാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് ദേവിയെ കുറിച്ച് ഓർത്തിരിക്കാനാണ് ഇതൊക്കെ പഠിപ്പിക്കുക, ഇതൊക്കെ ചെയ്യും. പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദേവിയെ കുറിച്ച് ഓർക്കും നമ്മൾ, ഇത് ചെയ്യേണ്ട അല്ലെ? എപ്പോഴും നമ്മളിത് മറന്നു പോകുന്നതല്ലേ നോർമലി ഉള്ള നമ്മുടെ പ്രശ്നം. അപ്പൊ ആ ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ പഠിക്കുന്നത്, ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പ്രവർത്തന പദ്ധതിയിൽ പങ്കാളികളാകാം. അപ്പൊ രാവിലത്തെ സെഷൻ നമുക്ക് ഫിനിഷ് ചെയ്ത് ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രീമാത്തെ.